നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു അണുണ്ട് വിചാരിക്കുക, നമ്മളതിനെ കെയർ ചെയ്യൂലല്ലോ. എന്നതുപോലെ ഫേക്ക് ന്യൂസ് നമ്മളെ മൊത്തം അന്തരീക്ഷത്തിൽ എല്ലായിടത്തും അണുക്കളുണ്ടാവും. എന്നതുപോലെ നമ്മളെ ചുറ്റും അന്തരീക്ഷങ്ങളിൽ മൊത്തം ഫേക്ക് ന്യൂസ് ആണ്. ആളുകളെ കുറിച്ച് ഇപ്പോ റൂമിനെ കുറിച്ച് എന്തൊക്കെയാണ് റൂമിനെ കേട്ടില്ല. റൂമി എന്തൊക്കെ ഫേക്ക് ന്യൂസ് ഉള്ള വാക്ക് തന്നെ ഉണ്ടല്ലോ. ആ വാക്ക് ഇത്ര പോപ്പുലർ ആക്കാൻ കാരണം ആരാന്ന് നോക്കിയാല് ട്രംപ് തന്നെയാണ് ബേസിക്കലി. ഫേക്ക് ന്യൂസിനെ സ്റ്റോപ്പ് ചെയ്യാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പൊ സ്കില്ല് എന്തിലാ വേണ്ടതെന്ന് വെച്ചാല് ഫേക്ക് ന്യൂസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്കില്ലല്ല, അത് സ്പോട്ട് ചെയ്യാനാണ്. ഫ്രൂട്ടിന്റെ ഫാക്ടറിയിൽ ആരോ എയ്ഡ്സിന്റെ എന്തോ ഇത് ചേർത്തു എന്ന് പറഞ്ഞിട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക. ഫേക്ക് ന്യൂസിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സംഗതി, ഡേഞ്ചർ എന്നല്ല, ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുക വെച്ചാൽ ഫുള്ളും ഫേക്ക് ആകുമ്പോഴല്ല, കുറച്ച് സത്യങ്ങൾ അതിലുണ്ടാവും. അറിഞ്ഞോ അറിയാതോ നമ്മളൊക്കെ ഈ ഒരു കള്ളത്തിന്റെ ഭാഗമായിട്ട് ചിലപ്പോ നമ്മൾ ആ കള്ളം ഉണ്ടാക്കുന്നുണ്ടാവില്ല, പക്ഷെ അത് ഷെയർ ചെയ്യുന്നതിൽ നമ്മൾ ഭാഗമായിരിക്കും. നമ്മൾ വളരെ കൂളായിട്ടായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രത്യേകത, ഇന്ന് നമ്മുടെ കൂടെ ഒരു മിൻഹാജും കൂടി ഉണ്ട്. ഒരു പ്രത്യേക അതിഥി എന്നൊക്കെ വിചാരിച്ചു, അതിഥിയല്ലേ. പക്ഷേ ആലോചിച്ച് നോക്കി, നമ്മൾ എന്നാ ലാസ്റ്റ് ഇതേപോലെ ഇരുന്ന് സ്റ്റാർട്ടിങ്ങിലിരുന്ന ബോസ്നിയന്റെ എപ്പിസോഡല്ലേ, സെക്കൻഡാ തേർഡ് എപ്പിസോഡ്, അതായത് ഒരു 7-8 മാസം മുമ്പാണ് നമ്മള് ലാസ്റ്റ് ഇതേപോലെ ഒരുമിച്ച്. അതിനുശേഷം ഒന്നെങ്കിൽ ഞാൻ ഉണ്ടാവില്ല, അബു ഉണ്ടാവില്ല, നാലാളിരുന്നില്ല. അപ്പൊ മിന്നാജ് ഇപ്പൊ നമ്മളിപ്പം ഡൽഹിക്ക് വന്ന് ഇതിനായിട്ട് കുറച്ച് എപ്പിസോഡുകൾ എന്താ യൂട്യൂബിൽ കത്തിയ എപ്പിസോഡില്ലേ, നമ്മള് കക്കാടംപോയില് പോയ റീലില്ലേ, ആ എപ്പിസോഡില് ഒരു സാധനം ഇങ്ങനെ പറഞ്ഞിരുന്നല്ലോ, ഇപ്പത്തെ കുട്ടികള് കള്ളിനും കഞ്ചാവിനൊക്കെ അടിമപ്പെട്ടുകൊണ്ട് ജീവിക്കണം, എന്നാൽ ഇതാ വേറെ പല ലഹരിയുമായി മക്കൾ ഇതാ വരുന്നു എന്നൊക്കെ പറഞ്ഞാൽ. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ചുകൂടി സീരിയസ് ആയ ഒരു ടോപ്പിക്കിൽ ഇരുന്ന് സംസാരിക്കാൻ തോന്നുന്നു. അതിൽ ഭയങ്കര രസമുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സാധനം ഇങ്ങനെ വായിച്ചു. കേരളത്തിൽ 85% ആളുകൾ കഞ്ചാവ് വലിക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. 85% ആൾക്കാർ. അതിൽ തന്നെ കഞ്ചാവ് വലിക്കുന്നുണ്ട്. കഞ്ചാവ് അതിന്റെ ഏതെങ്കിലും രീതിയിൽ പല രീതിയിലുണ്ടല്ലോ അത്. ഇനി അടുത്തത് 25 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ 18 മുതൽ 30 വയസ്സ് വരെയുള്ള ആളുകളാണ് ഇതിൽ 80%. ഇനി അതിൽ തന്നെ ആ ഉപയോഗിക്കുന്നതിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് എറണാകുളത്താണെന്നാണ്. വായിച്ചേ അതൊരു NGO പുറത്തിറക്കിയ റിപ്പോർട്ട്. ഏത് NGO? അപ്പൊ ചങ്ങ ഇന്നത്തെ വിഷയം ഇതാണ്, നമ്മള് ഫേക്ക് ന്യൂസുകൾ. ഇതിപ്പോ ശരിക്കും സഫാൻ ChatGPT ഉണ്ടാക്കിയിട്ട് നമ്മളെ ChatGPTയോട് ഞാൻ ചോദിച്ചപ്പോ ChatGPT പറഞ്ഞു ഞാൻ ഇതിന് സഹകരിക്കില്ല. എന്നോട് ChatGPT ഞാൻ അങ്ങനെ കൃത്യമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു ന്യൂസ് ഒരു സാധനമാണോ ഇങ്ങനെ പറയാനാണെന്ന് പറഞ്ഞപ്പോൾ ChatGPT പറഞ്ഞു എനിക്കിതിനെ സഹായിക്കാൻ കഴിയില്ല. ഞാൻ പെർപ്ലക്സിറ്റിയിൽ വെറുതെ അടിച്ചു നോക്കി. അപ്പൊ അതില് എനിക്കൊരു ഫേക്ക് ഡാറ്റ സർവേ വേണം കേരളത്തിലെ ഡ്രഗ് യൂസേജിനെ കുറിച്ച്. അപ്പൊ ഒരു കൃത്യമായിട്ട് 85% പറഞ്ഞിട്ട് സാധനം, അതാണ് പെർപ്ലക്സിറ്റി ഒന്നുകൂടി ആക്ച്വൽ ആണെന്ന് പറയുന്നത്. പക്ഷെ ഇത് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോ ഒരാള് നമ്മളിത് മാത്രം കട്ട് ചെയ്തിട്ട് സഫാന്റെ ഈ ഒരു കട്ട് മാത്രം എടുത്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആളുകൾ വിശ്വസിക്കും. അത് ഇപ്പോ ഒരാളിത് കേട്ടെന്ന് വിചാരിക്കുക, ബാക്കി മൊത്തം കേൾക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ അടുത്ത എപ്പിസോഡ് കേൾക്കുന്നില്ല. ഇനിയിപ്പോൾ ഇത് നമ്മളിങ്ങനെ ഒരു ഫാക്ട് പറഞ്ഞു എന്ന് വെക്കുക, അത് തിരുത്തി അടുത്തൊരു എപ്പിസോഡ് പറയുന്നുണ്ടെങ്കിൽ അതും കേട്ടിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും. മൊത്തം കേൾക്കില്ല ആരും. ഇപ്പൊ നമ്മളെ ഉപ്പ് കേൾക്കുന്ന ആളുകൾ പോലും എല്ലാ എപ്പിസോഡും കേൾക്കുന്നില്ലല്ലോ. ചിലപ്പോ ഒറ്റ സെന്റൻസ് കേട്ടിട്ട് പോയിണ്ടാവും. അതില് ഭയങ്കര ഏറ്റവും നമ്മളെപ്പോഴും കേൾക്കാറുള്ള സാധനമാണല്ലോ മാർട്ടിൻ പറയുന്ന ഒരു സാധനം. എന്താണ് ഒരു കള്ളം, അത് എന്താ എങ്ങനെയാണ് ഇത്, എ ലൈ ക്യാൻ ട്രാവൽ ഹാഫ് വേ അറൗണ്ട് ദ വേൾഡ് വൈൽ ദ ട്രൂത്ത് ഈസ് പുട്ടിങ് ഓൺ ഇറ്റ്സ് ഷൂസ്. അതായത് നമ്മളൊരു കള്ളം പറഞ്ഞു പിന്നെ അതിന്റെ സത്യം തെളിഞ്ഞ് വരുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, ആ കള്ളം ലോകം മൊത്തം പകുതിയോളം സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷെ അതും ഫേക്കാണ്. മാർട്ടിൻ അങ്ങനത്തെ ഒരു സാധനം പറഞ്ഞിട്ടില്ല. പക്ഷെ അത് നമ്മൾ ഭയങ്കര കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. ഞാൻ വെറുതെ ഇത് ജസ്റ്റ് അതിലിട്ട് ഇത് മാർട്ടിൻ എവിടെ പറയുന്നത്. കാരണം ഈ സാധനം ഈ കോട്ട് ഗുഡ് റീഡ്സിലുണ്ട്. മക്ടൈൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് ഇത് കാല മക്ടൈൻ എന്ന് പറഞ്ഞാൽ ഫുൾ കറക്റ്റ് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ വെറുതെ അതിലിട്ട് നോക്കി, അപ്പൊ സാധനം AI പറയുന്നുണ്ട് ഇങ്ങനെ പൊതുവെ പറയപ്പെടുന്നുണ്ട്, പക്ഷെ ആ മാർട്ടിൻ ഏത് പുസ്തകത്തിലാണ് പറഞ്ഞത്, ഏത് ലെക്ചറിലാണ് അത് പറഞ്ഞ്, എവിടെയൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ആളുകളെ കുറിച്ച് ഇപ്പോ റൂമിനെ കുറിച്ച് എന്തൊക്കെയാണ്, റൂമിനെ കേട്ടില്ല, റൂമി എന്തൊക്കെ പാവർ റൂമി, ഇതൊന്നും ആളുകൾക്ക് പരിക്കേൽക്കാത്ത തരത്തിലുള്ള ഫേക്ക് ന്യൂസ് ആണ് അങ്ങനത്തെ ഇൻഫോർമേഷൻ. ഫേക്ക് ന്യൂസ് അറിയുമ്പോൾ
നമ്മൾ അധികം ഒന്നും വേണ്ട, വളരെ റീസെൻ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ഇപ്പം ഗസയിൽ നടക്കുന്ന വംശഹത്യനെ ന്യായീകരിക്കേണ്ടിയിട്ട് വല്ലാണ്ട് പ്രചരിച്ചൊരു ഫേക്ക് ന്യൂസാണ് 40 കുട്ടികളുടെ തല ഹമാസ് അറുത്ത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഘട്ടം ഘട്ടമായിട്ട് അതിൻ്റെ പ്രോസസ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം എന്ത് ചെയ്യാണ്, ഇസ്രായേലത്തെ ഒരു ന്യൂസ് ചാനലാണ് ഈ വാർത്ത ആദ്യമായിട്ട് വരുന്നത്. IDF സോൾജേഴ്സ്, അതായത് സോൾജേഴ്സ്, ഇസ്രായേലിൻ്റെ സോൾജേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്, ഹമാസ് 40 കുട്ടികളെ കൊന്നിട്ടുണ്ട്, ഓല ശവശരീരങ്ങൾ കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ ന്യൂസ് ചാനൽ ആദ്യം വരികയാണ്. പിന്നെ തൊട്ടടുത്ത ദിവസം എന്ത് ചെയ്യാണ്, ബിസിനസ് ഇൻസൈഡർ എന്നിട്ടുള്ള വലിയൊരു ന്യൂസ് ചാനൽ, ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു പ്രധാനമായിട്ട് ഈ ബിസിനസ് പിന്നെ മാർക്കറ്റ് എക്കണോമി അങ്ങനത്തെ ഡിസ്കസ് ചെയ്തിട്ട് ഇത് അതേപോലെ തന്നെ റിപ്പോർട്ട് ചെയ്യണം. IDFൻ്റെ സ്പോക്ക് പേഴ്സൺ വന്നിട്ട് 40 കുട്ടികളെ ഹമാസ് 40 beheaded babies. അത് ബെഞ്ചമിൻ നെതന്യാഹു പിന്നെ CNN വന്ന് പറയാണ്. ബൈഡൻ ആ ടൈമിൽ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ വൈറ്റ് ഹൗസിലൂടെ എന്ത് ചെയ്യാണ്, ബൈഡൻ പറയാണ് ഈ 40 കണ്ടു അങ്ങനെ ബൈഡൻ കൃത്യമാക്കി പറഞ്ഞു അത് കണ്ടു എന്നുള്ളത്. ബൈഡനിലൂടെ വന്നതിന് ശേഷം പിറ്റേന്ന് പിന്നെ പ്രിന്റഡ് പേപ്പേഴ്സിൽ ഇത് വന്നു തുടങ്ങി. ഡെയിലി മെയില്, ടൈംസ്, ദ മെട്രോ, ടെലിഗ്രാഫ്, ഡെയിലി എക്സ്പ്രസ്, ഇതൊക്കെ അവിടുത്തെ വെസ്റ്റിലുള്ള പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പേഴ്സ്. ഇതിലൊക്കെ ഇങ്ങനെ ഹോളോകോസ്റ്റ്, 40 ബേബീസ്, 40 ബേബീസ് മർഡേഡ്, ഹമാസ് മസാക്കർ എന്നൊക്കെ കണ്ടിട്ട് ഇതിൽ ടൈംസിൽ വന്ന പിറ്റേന്നത്തെ ഹെഡിങ് ഹമാസ് കട്ട് ദ ത്രോട്ട്സ് ഓഫ് ബേബീസ്. ഇനിയിപ്പോൾ ഡെയിലി എക്സ്പ്രസ്സിൽ നിന്ന് പ്യുവർ എവിൽ ബിഹെഡിങ് ഓഫ് ബേബീസ്. അപ്പോൾ അതായത് ഓരതങ്ങനെ അത്രയും ആലോചിച്ച് നോക്കുക. ഇത് October 10th ഈ സാധനമൊക്കെ വരുന്നത്. അതായത് ഇങ്ങനെ ഒരു October 7 നടന്നു, അതിനെതിരെ അതായത് ഫലസ്തീനികൾക്കെതിരെ അങ്ങനെ ഒരു മട്ടുണ്ടാക്കുന്നതിൽ അങ്ങനെ ഒരു മൊത്തം ഇമേജ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ ഈ ഒറ്റ സാധനം വന്നു. ന്യൂസ് കേട്ടൊരു 30% ആൾക്കാരും പിന്നെ അത് തിരുത്തിയത് കണ്ടിട്ടുണ്ടാവില്ല. ഇല്ല, അതാണ് തൊട്ടടുത്ത് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് സ്കൈ ന്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്, റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, IDF സോൾജേഴ്സ് പറഞ്ഞു പറഞ്ഞു. ഏത് IDF സോൾജേഴ്സ്? അപ്പോൾ കൃത്യമായിട്ട് കൊടുക്കുന്നില്ല, ഞങ്ങൾ പോലെ ഇത് മാത്രം മതി, എവിഡൻസ് ഒന്നുമില്ല. അപ്പോൾ അതിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല. ഇല്ല, ഞങ്ങൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നില്ല. സ്കൈ ന്യൂസ് പറയുന്നത് ഇത് കൃത്യമായിട്ട് നമുക്ക് ക്രെഡിബിൾ. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, വൈറ്റ് ഹൗസ് തിരുത്തുന്നുണ്ട്, ബൈഡൻ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ല. അതുപോലെ തന്നെ വേറെയും കുറെ ചാനൽ തിരുത്തുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ആരും അറിയില്ല. സ്റ്റിൽ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, ന്യായീകരിക്കുന്നുണ്ട്. ഹമാസിനെ അല്ലേ കൊല്ലുന്നത്, ഒരു 40 കുട്ടികളെ കൊല്ലുന്നല്ലേ. ഒരുപാട് ചാനലുകളിൽ തമ്മിലുകൾ വെച്ചിട്ട് ആൾക്കാർ ഇത് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോഴേക്കും ആൾക്കാരെന്താ വെച്ചാൽ ഇസ്രായേലിനെ ഫലസ്തീനെ ആക്രമിക്കാനുള്ള ഒരു ന്യായമായിട്ട് വിശ്വസിക്കുകയാണ്. അതായത് ഇങ്ങനല്ലേ പറയുന്നത്, അതായത് ഈ കാലങ്ങളായിട്ട് ഫലസ്തീനികളും ഇസ്രായേലും തമ്മിൽ അവിടെ ഭയങ്കര തർക്കവും പ്രശ്നമൊക്കെ നടക്കുന്നുണ്ടാവും. തർക്കഭൂമിയാണ്, അങ്ങനെയൊക്കെ കോൺഫ്ലിക്റ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ ഇവർ ഇത്ര കണ്ണിച്ചോരല്ലാതെ 40 കുട്ടികളെ അത് അവരെന്ത് കുറ്റം ചെയ്തു? ബേബീസാണ്, അവരെന്ത് തെറ്റ് ചെയ്തു? അവരെ കയ്യിൽ ഗണ്ണും തോന്നുമില്ലല്ലോ, പിന്നെന്തിനാ അവരെ ക്രൂരമായി കൊലപ്പെടുത്തി? അപ്പോൾ അതായത് ഹമാസ് എന്ത് ചെയ്തു, ഹമാസ് ഭീകരർ എന്ത് ചെയ്ത് ഇങ്ങനെ എല്ലാ നിലയ്ക്ക് എല്ലാ അതിർവരമ്പോഴും കടന്നു നിന്നിട്ട് ഇങ്ങനെ ഒരു സാധനം ചെയ്ത്. അപ്പം ഇനി ഇവർക്കെതിരെ എന്ത് ക്രൂരത കാണിച്ചാലും അതെന്താണ്, ന്യായീകരിക്കപ്പെടേണ്ട സാധനമാണ്. കാരണം ഇവർ 40 ആളുകളെയാണ്. എന്നിട്ട് ആ സാധനത്തെ മൊത്തം അൽ ജസീറന്റെ ഇൻവെസ്റ്റിഗേഷൻ ഒരു ഡോക്യുമെന്ററി ഇറക്കിയെന്നല്ലോ October 7 October 7 അതിന്റെ പേര്. ഡോക്യുമെന്ററിയിൽ അൽ ജസീറിന്റെ ഇൻവെസ്റ്റിഗേഷൻ ടീം മൊത്തമായിട്ട് ഇങ്ങനെ ഓരോന്നിനായിട്ട് ഇങ്ങനെ ഇതാക്കുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട് ഫോറൻസിക് അനാലിസിസ് വെച്ചിട്ട് അന്ന് October 7 ഇസ്രായേലിൽ കൊല്ലപ്പെട്ടത് 1139 ആളുകളാണ്. അതിൽ കൊല്ലപ്പെട്ടതിൽ ഏറ്റവും യങ്ങസ്റ്റ് ആയിട്ടുള്ള ആള് അയാൾക്കുള്ള വയസ്സ് 14. അപ്പോൾ എവിടെ ബിഹെഡഡ് ബേബീസ് എവിടെ? ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് അത് ആരാണ് റിപ്പോർട്ട് ചെയ്യുന്നത്? അതവിടെ കണ്ടു ഒരു ചെങ്ങായി. ആ ഡോക്യുമെന്ററിയിൽ അയാൾ വരുന്നുണ്ട്. അയാൾ എന്നിട്ട് അയാൾ ഈ ഭയങ്കര ഇമോഷണൽ ആയിട്ടൊക്കെ ഞാൻ കണ്ടു, ഫോട്ടോ ഉണ്ട്. എന്താണ് ഗർഭപാത്രത്തിൽ നിന്നൊക്കെ പറഞ്ഞാണ്ട് കുറേ സാധനങ്ങൾ പറയുന്നുണ്ട്. ഗർഭപാത്രം നോക്കിയാൽ അതിന് ശേഷം ഇപ്പോൾ ഇന്ന് വരെ ഇപ്പോൾ ഒരു 2 വർഷം കഴിഞ്ഞല്ലോ, എത്രങ്ങാനും കുട്ടികളെ ഫോട്ടോ നമ്മളിപ്പോൾ കണ്ടു. അതിന് ശേഷം ഓരോ മാസങ്ങളിലും പലസ്തീനികളായ കുട്ടികളിങ്ങനെ ഇതിൽ ഒരു തിയറി ഡിസ്കോസ് എന്ന് പറഞ്ഞൊരു തിയറിയാണ്. ഫൂക്കോ എന്നുള്ള സാമൂഹിക ചിന്തയുണ്ട്. പക്ഷെ ഫുള്ള് വിശദീകരിച്ച് ഭയങ്കര ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള തിയറിയാണ്. വളരെ സിമ്പിൾ ആയിട്ട് ഡിസ്കോസ് എന്താണെന്ന് അറിയണമെങ്കിൽ ഒരു വർത്താനം ഉണ്ടാക്കുക. ഈ തിയറി പറയുന്നതിന് മുമ്പ് അതായത് ഞാൻ ഈ സാധനങ്ങളൊക്കെ ഇതൊക്കെ ഫലസ്തീൻ ഇസ്രായേൽ ഈ സാധനമൊക്കെ നമ്മൾ പല നിലക്കും ഈ ഫേക്ക് ന്യൂസുകളെ കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് കേൾക്കുന്നതാണ്. ഇപ്പോഴത്തെ ഇപ്പോൾ കശ്മീർ ഇഷ്യൂ ആവട്ടെ, വേടൻ്റെ ഇഷ്യൂ ആവട്ടെ, എന്ത് ഇഷ്യൂ ആണെങ്കിലും ഫേക്ക് ന്യൂസുകൾ അതുമായി ബന്ധപ്പെട്ട കുറേ ന്യൂസുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് വന്നിട്ട് നമ്മൾ ബോർഡിൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരച്ച് കാണിച്ചെന്നില്ലേ, ഇതാണ് ഇങ്ങനെയാണ് ഡിസ്കോഴ്സ്, ഇങ്ങനെയാണ് മീഡിയ ലീഡ്, ഇങ്ങനെയൊക്കെ വന്നാണ്ട് ഇപ്പം ഇങ്ങനെ പറഞ്ഞു തന്നപ്പോൾ ഓക്കെ ഇങ്ങനെയാണല്ലേ സാധനം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് കത്തി. അപ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്തപ്പോൾ ഫേക്ക് ന്യൂസിനെ കുറിച്ചാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ വന്ന് ഇത് നമ്മൾ പോഡ്കാസ്റ്റിലൊക്കെ പറയണോ, ഇത് ഭയങ്കര തിയററ്റിക്കൽ സാധനമല്ലേ. പക്ഷേ എനിക്കിങ്ങനെ തോന്നുന്നത് ഇത്
എങ്ങനെയാണോ ഡൈല്യൂട്ട് ചെയ്തിട്ട് എങ്ങനെയാണോ വൃത്തിക്ക് എന്താ വെച്ചാല് ബോർഡ് മേലൊക്കെ വരച്ച് കാണിച്ചു കൊടുക്കുമ്പോൾ ഒരു സുഖമാണ്. ഇത് എനിക്കൊന്ന് കുറെ യൂട്യൂബിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കുറെ വീഡിയോസ് ഡിസ്കോസ് തിയറി എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ ഡിസ്കോസ് തിയറി ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോൾ അധികം റീഡിങ്സിലൊക്കെ കാണുന്ന ഡിസ്കോസ് എന്നുള്ളത് ഫൂക്കോ എന്നുള്ളൊരു സാമൂഹിക ചിന്തകന് പറഞ്ഞാണ്. അപ്പം ഇതാണ് വളരെ സിമ്പിളാക്കി പറയാം. വർത്താനം ഉണ്ടാക്കാന്നാണ് ബേസിക് ആയിട്ട് പറയുക. ഡിസ്കോഴ്സ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വർത്താനം മൊത്തത്തിൽ ഉണ്ടാക്കുക. അതായത് ഒരു സംഭവം നടന്നു, എന്തെങ്കിലും ഒരു സംഭവം നടന്നു. ഉദാഹരണത്തിന് നമുക്ക് എന്ത് ചെയ്യാം, 9/11 എന്നുള്ളൊരു സംഭവം എടുക്കാം. അതായത് ഇവന്റ് ആണ്. സെപ്റ്റംബർ 11 എന്ത് ചെയ്യുന്നു, മറ്റേ 2 ട്വിൻ ടവർ എന്താ പറയുക, വേൾഡ് ട്രേഡ് സെന്ററിലേക്ക് എന്ത് ചെയ്യാണ്, വിമാനം ഇറക്കാണ്. ഒക്കെ ഒരു ആക്രമണം നടന്നു, ഇവന്റ് നടന്നു. അതിനുശേഷം എന്ത് ചെയ്യാണ്, ഒരു വർത്താനം മൊത്തത്തിൽ ക്രിയേറ്റ് ചെയ്യാണ്. അപ്പം അതിനുശേഷം വല്ലാണ്ട് ജിഹാദി ടെറർ മുസ്ലിങ്ങളായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യും, ടെറർ എന്നുള്ളൊരു സാധനം വല്ലാണ്ട് വർത്താനത്തിലേക്ക് കൊണ്ടുവരാൻ നോക്കും. പല സ്വഭാവത്തിലത് കൊണ്ടുവരും. ഇപ്പോൾ ഒന്ന് ആളുകൾ ഒരു ഇഷ്യൂ പോലെ ഒരു പ്രശ്നമായിട്ട് എന്ത് ചെയ്യും, പെട്ടെന്ന് പൊന്തി വരും. അത്രയും കാലം ഒരു ചർച്ച ഇല്ലാണ്ട് നിൽക്കുന്ന ഒരു സ്ഥലം, അവിടേക്ക് ഇങ്ങനത്തെ ഒരു ഇവന്റ് സംഭവിക്കുന്നു. അവിടേക്ക് എന്ത് ചെയ്യുക, പെട്ടെന്ന് ചർച്ച, മുസ്ലിം ആസ് എ ടെറർ എന്നുള്ളൊരു ചർച്ച ഇടുന്നു. പിന്നെ അങ്ങനത്തെ ഒരു ഭീകരത എന്നുള്ള സാധനം വരും. അപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ ഒരു വർത്താനം മൊത്തത്തിൽ ഡിസ്കോസ് ഇങ്ങനെ ഉണ്ടായി വരും. അപ്പോൾ അവിടേക്ക് എന്ത് ചെയ്യും, മീഡിയ കടന്നു വരും. മീഡിയ എന്ന് പറഞ്ഞാൽ പല സ്വഭാവത്തിലുള്ള മീഡിയകൾ അതെന്ത് ചെയ്യും, ഈ ഡിസ്കോസിനെ ഫീഡ് ചെയ്യും, ഭക്ഷിപ്പിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്ലാമി ആസ് എ ടെറർ എന്നുള്ളൊരു ഡിസ്കോസ് ഇവിടെ ഉണ്ടായി വരുമ്പോൾ എന്ത് ചെയ്യും, കുറേ സിനിമകൾ മുസ്ലിങ്ങളെ തീവ്രവാദ അങ്ങനെ തന്നെ നമുക്ക് ആ ട്രാൻസിഷൻ മനസ്സിലാവും. ഉദാഹരണത്തിന് അയൺമാൻ എന്നുള്ളൊരു സിനിമ എടുക്കാം. അയൺമാൻ എന്താണ്, മാർവൽ കോമിക്ക് ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അയൺമാൻ ഇറങ്ങുമ്പോൾ പ്രശ്നം എന്താ സംഭവിച്ചാൽ, അയൺമാൻ്റെ കോമിക്കിൽ വിയറ്റ്നാം ആയിരുന്നു അയൺമാനെ തട്ടിക്കൊണ്ടുവന്ന ടീമുകൾ, ഭീകരന്മാർ. പക്ഷേങ്കിൽ അയൺമാൻ സിനിമ ആയ സമയത്ത് എന്തായി തീർന്നു, അഫ്ഗാനിസ്ഥാനിലെ താലിബാനായി മാറി. അതായത് ഈ ഒരു ഇവൻറ്റിന് ശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ഏത് സിനിമകൾ പരിശോധിച്ചേക്കണം, എസ്പെഷ്യലി ഹോളിവുഡ് സിനിമകൾ നോക്കുകയാണെങ്കിൽ, സിനിമ മാത്രമല്ല, ഞാൻ ജസ്റ്റ് സിനിമ എടുക്കുകയാണ്, മീഡിയ ഫീൽഡിലെല്ലാം പെടും. ഇതെന്ത് ചെയ്യും, മുസ്ലിങ്ങൾ ടെററാന്നുള്ളൊരു സ്വഭാവത്തിലുള്ള സാധനം ഈ ഡിസ്കോസിലേക്ക് ഫീഡ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഇതെന്ത് ചെയ്യും, ശക്തിപ്പെടും, ഈ ഡിസ്കോസ് ശക്തിപ്പെടും. രസം എന്താ വെച്ചാൽ ഇതിന് പിന്നെ സൈക്ലിക്കലിയും പിന്നെയും വർക്ക് ചെയ്ത് തുടങ്ങും. പിന്നെ ലാംഗ്വേജ് അതന്നെ, ഈ മീഡിയ ഫീഡ് ഡിസ്കോസ് ആയതിനു ശേഷം ആളുകൾക്കിടയിൽ എന്ത് ചെയ്യും, ഒരു പ്രത്യേക ഭാഷ, അതായത് റെപ്രസെൻറ്റേഷൻ ഉള്ളൊരു ഇപ്പം പിന്നെ എന്ത് ചെയ്യും, ഈ ഡിസ്കോസിലുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ കാണുമ്പം ടെറർ എന്നുള്ളൊരു സ്വഭാവത്തിൽ മുസ്ലിങ്ങൾ എന്ത് ആക്രമണം ചെയ്താലും അതൊരു ഭീകരാക്രമണമായി തീരും. ജസ്റ്റ് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇത് മാർട്ടിൻ്റെ കേസ്, മാർട്ടിന് എവിടെയായിരുന്നു, കളമശ്ശേരി സ്ഫോടനം. കളമശ്ശേരി ആദ്യമൊക്കെ എന്തായിരുന്നു, ഭീകരാക്രമണമായിരുന്നു. അത് അറിയാത്തവർക്ക് കുറച്ചും കളമശ്ശേരിയിൽ മാർട്ടിൻ എന്നുള്ള ഒരാൾ, എനിക്കൊന്ന് ഒരു ക്രിസ്ത്യൻ എന്തൊരു കോൺഫ്ലിക്റ്റ് ആണ്, കൃത്യമായിട്ട് സാക്ഷികൾ, ഇയാൾ മാർട്ടിൻ എന്നുള്ള ആൾ ബോംബിടുന്നു, 6ഓളം പേര് ബോംബ് ആക്രമണത്തിൽ മരണപ്പെടുന്നു. പക്ഷെ അത് ഭീകരാക്രമണമായിട്ടില്ല. അതെന്തുകൊണ്ടാണ് ആവാത്തത്? കാരണം ഭീകരത എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കോസിൽ മുസ്ലിം ഇത് തീർന്ന ആകെ ലേഖമായി. നമ്മളെന്ന് വെച്ചാൽ ഇതാണ് സംഭവം. അതായത് ഇങ്ങനത്തെ ഒരു ഭാഷ ഉണ്ടാക്കുന്നതോട് കൂടിയിട്ട് ആൾക്കാർക്ക് പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, മുസ്ലിങ്ങളെ ഭീകരരാക്കിയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഇവിടെ എന്ത് സംഭവങ്ങൾ ഉണ്ടായാലും അത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ കഴിയും, ഭാഷയിലേക്ക് കയറ്റി കൊടുത്താൽ മതി. ഈ ഒരു നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച ഡിസ്കഷൻ ആണല്ലോ, ഇതിലേക്ക് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. മുസ്ലിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ അതൊരു ഭീകരാക്രമണമായിട്ട് മാറും. അങ്ങനത്തെ ഒരു ലാംഗ്വേജ് ഇവിടെ റെപ്രസെന്റേഷൻ. എപ്പോഴും ഞാൻ അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് പ്രശ്നം സംഭവിച്ചാലും നമുക്ക് എല്ലാ കമ്മ്യൂണിറ്റി മൊത്തം മാപ്പ് പറയുന്നത് എന്തുകൊണ്ടാണ്, മുസ്ലിം നാമധാരി എന്തെങ്കിലും ചെയ്താൽ മതി. ലൈക്ക് ഇപ്പോൾ മാർട്ടിൻ്റെ കേസ് എടുക്കുക. മാർട്ടിൻ്റെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ട് മൊത്തം എന്താ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി അങ്ങനെ ഒരു പ്രതികൂട്ടിലായ സിറ്റുവേഷൻ ഇല്ലല്ലോ. ഞങ്ങളിതിനെ എല്ലാവരും അതിനെന്താ പറയുക, കണ്ടെന്നല്ലേ, അപലപിക്കുക, എല്ലാവരും അതിനെ അപലപിക്കുക. അങ്ങനെ മൊത്തത്തിൽ ഞങ്ങളിതിൻ്റെ പാർട്ടല്ല കേട്ടോ എന്ന് ഇങ്ങനെ ആർക്കൊക്കെ ഇങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ. മുസ്ലിങ്ങളെ സമാധാനത്തിന് നമ്മളെ വിഷയം ഇന്നത്തെ ഒന്നുകൂടിയും ഈ ഒരു മീഡിയ എങ്ങനെയാണ് ഇത് ഫീഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും സത്യമാണ്, ഒരിക്കലും സത്യമല്ല. കുറേ ഫേക്ക് സാധനങ്ങൾ വെച്ചിട്ടാണ് പലപ്പോഴും ആയിട്ടും ഈ ഒരു ഡിസ്കഷനെ ശക്തിപ്പെടുത്തുക. എനിക്കൊന്ന് നമ്മൾ ഇന്നത് ഡിസ്കസ് ചെയ്യുന്ന ഒന്നുകൂടിയും നമ്മൾ ഡിസ്കസ് മൊത്തത്തിൽ 9/11 പിന്നെ അമേരിക്കയും ട്രംപ് അങ്ങനെ വെച്ചിട്ട് കുറച്ച് സാധനം പറഞ്ഞു. ഇന്നിപ്പോൾ ഒരു ന്യൂസ്, ഏറ്റവും പുതിയ ന്യൂസ്, ഞാൻ നമ്മളെ IR ഇങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ അതിലൊരു സാധനം ഇങ്ങനെ, ഇന്നിപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ന്യൂസ് എന്താണെന്ന് വെച്ചാൽ, ട്രംപ് അധികാരത്തിലേറി 100 ദിവസം കംപ്ലീറ്റ് ചെയ്യാണ്. അതിൻ്റെ ഒരു ടൈമിലാണ് ഇപ്പോൾ ഉള്ളത്. ഇന്ന് അതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം 100 ദിവസം കഴിയുമ്പോൾ
സ്വാഭാവികമായിട്ട് ആൾക്കാർ വിലയിരുത്തലും ഒരുപാട് സംഭവങ്ങൾ ഇങ്ങനെ നടക്കും. അപ്പൊ ഇന്നിപ്പോ ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് ട്രംപ്. ഇന്നറിയോ മെയ് 1. ഇന്ന് ഒരു ഇന്റർവ്യൂ 100ാം ദിവസം അമേരിക്കന്റെ ഇലക്ഷൻ കഴിഞ്ഞ് പ്രസിഡൻസിയിൽ കയറിയതിനു ശേഷം. അപ്പം ആ ഇന്റർവ്യൂ കൊടുത്തപ്പോൾ ആ ഇന്റർവ്യൂവിൽ ഒരുപാട് സാധനങ്ങൾ ചോദിക്കും. അതിലൊരു ചോദ്യം, അതിൽ ഈ ഡിപ്പോർട്ടേഷൻ ഉണ്ടല്ലോ, അതായത് ഈ തിരിച്ചയക്കുന്ന പരിപാടി, അതിലൊരാളെ തിരിച്ചയച്ചതുമായി ബന്ധപ്പെട്ട് ട്രംപ് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ഒരു ഫാക്ട് ഇങ്ങനെ പറയാൻ ശ്രമിക്കും. അപ്പോൾ ഈ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആളെന്ത് ചെയ്യും, അതിനെ തിരുത്തും. അത് ഫാക്റ്റ് അല്ല, ഫേക്ക് ന്യൂസാന്ന് പറഞ്ഞിട്ട് തിരുത്താൻ ശ്രമിക്കും. അത് ഫോട്ടോഷോപ്പ്ഡ് വേർഷനാന്ന് പറഞ്ഞിട്ട് തിരുത്തും. അപ്പോൾ ട്രംപും അയാളും തമ്മിലൊരു തർക്കമാവും. CNN അല്ലേ, ABC ന്യൂസ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ചർച്ച. അപ്പോൾ ട്രംപിന്റെ ലൈഫ് എടുത്തു നോക്കിയാൽ തന്നെ, ട്രംപിന്റെ പ്രസിഡൻസി ടേംസ് ഒക്കെ എടുത്തു നോക്കിയാൽ അതിൽ മൊത്തം ഫേക്ക് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ടൊരു ലൈഫ് കാണാൻ കഴിയും. പദം തന്നെ ട്രംപുമായിട്ട് കണക്ട് ചെയ്തപ്പെട്ടിട്ട് ഇന്റർനെറ്റിലൊക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും. കാരണം എന്താ വെച്ചാൽ ട്രംപ് മുൻപും ക്യാമ്പയിനുകൾ അനൗൺസ് ചെയ്തിരുന്നു. ഈ ഫേക്ക് ന്യൂസിനെ കോമ്പാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്യാമ്പയിനുകൾ ഉണ്ടായിരുന്നു. അതേപോലെ ഇപ്പോൾ ഈ പ്രസിഡൻസിയിൽ വന്നതിന് ശേഷം 100 ദിവസത്തിന് ശേഷം ഇപ്പോൾ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ദ വൈറ്റ് ഹൗസ് വയർ എന്ന് പറഞ്ഞിട്ട്. ആ സൈറ്റ് എന്തിനാന്ന് വെച്ചാൽ ഡയറക്റ്റ് ഈ ട്രംപിൻ്റെ പോളിസികൾ, അതേപോലെ തന്നെ ട്രംപിൻ്റെ പുതിയ കാര്യങ്ങളൊക്കെ അതിൽ അറിയിക്കാൻ വേണ്ടി. കാരണം ബാക്കിയുള്ള മീഡിയകളൊക്കെ ട്രംപിനെതിരാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതിൽ ഇന്നിപ്പോൾ ഒരു ആർട്ടിക്കിൾ ഇറങ്ങിയത് 100 മിത്തുകളെ പൊളിച്ചെടുക്കുന്ന ഒരു ആർട്ടിക്കിളാണ്. ട്രംപിനെതിരെയുള്ള 100 മിത്തുകളെ ഫാക്റ്റുകൾ വെച്ചിട്ട് പൊളിക്കുക. അത്രത്തോളം മിസ്ഇൻഫോർമേഷൻ, അത് എത്രത്തോളം ശരിയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ട്രംപിന് ഒരുപാട് കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. ട്രംപ് പ്രസിഡൻസിയിൽ ഏറിയതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഒരുപാട് ആട്ടും ഇങ്ങോട്ടൊക്കെ ഉള്ള ചർച്ചയാണ്. പക്ഷെങ്കിൽ ഞാൻ പറയാം, ട്രംപ് ഫേക്ക് ന്യൂസിനെ കോമ്പാറ്റ് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രത്തോളം ന്യൂസിൽ അങ്ങോട്ടും ഈ ഫേക്ക് ന്യൂസ് ഉള്ള വാക്ക് തന്നെ ഉണ്ടല്ലോ, ആ വാക്ക് ഇത്ര പോപ്പുലർ ആക്കാൻ കാരണം ആരാന്ന് നോക്കിയാല് ട്രംപ് തന്നെയാണ് ബേസിക്കലി. 2017 വേർഡ് ഓഫ് ദി ഇയർ ആയിട്ട് ഏതോ ഒരു ഇത് പറയുന്ന അന്ന് പ്രഖ്യാപിക്കുന്നത് ഫേക്ക് ന്യൂസ് ആണ്. അന്ന് ആ ഫേക്ക് ന്യൂസ് അത്രയും പോപ്പുലറൈസ് ചെയ്യുന്ന അന്ന് ഇലക്ഷന് നിന്നിരുന്ന ട്രംപാണ്. ട്രംപ് എന്ത് ചെയ്തു, ട്രംപിനെതിരെ എന്ത് ക്രിറ്റിസിസും അവിടുത്തെ മീഡിയ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യും, ട്രംപ് അതിനെ പൊളിച്ചെടുക്കുക, അതിനെ ആർഗ്യുമെന്റ് ആയിട്ട് അതിനെ തിരിച്ചു പറയുക, ക്രിറ്റിക്ക് വെക്കുക, എന്താണ് ഇതൊക്കെ ഫേക്ക് ന്യൂസ് ആണെന്നാണ്. അപ്പോൾ ആ ഒരു 2017 സമയങ്ങളിൽ ഭയങ്കരമായിട്ടുള്ള ഈ ഫേക്ക് ന്യൂസ് എന്താണെന്നുള്ളതിൽ ഭയങ്കര ഒരു തർക്കമാണ്, ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തൊരു കോലത്തിൽ. കാരണം ട്രംപിന്റെ സപ്പോർട്ടേഴ്സ് എന്താണ് ഫേക്ക് ന്യൂസിനെ എന്താ മനസ്സിലാക്കുന്നത്, താത്തി കെട്ടാൻ വേണ്ടിയിട്ടുള്ള എന്തോ ഒരു സംഭവം. എന്നാൽ ബാക്കിയുള്ളവരെന്താ വിചാരിക്കുന്നത്, അതായത് ട്രംപ് ഒരു വിമർശനത്തെ എങ്ങനെയും റദ്ദ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂളായിട്ടാണ്. അപ്പോൾ ഈ ഫേക്ക് ന്യൂസ് എന്തൊക്കെ എടുത്തുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഒരു അണുണ്ട് വിചാരിക്കുക, നമ്മളതിനെ കെയർ ചെയ്യൂലല്ലോ. എന്നതുപോലെ ഫേക്ക് ന്യൂസ് നമ്മളെ മൊത്തം അന്തരീക്ഷത്തിൽ എല്ലായിടത്തും അണുക്കളുണ്ടാവും. എന്നതുപോലെ നമ്മളെ ചുറ്റും അന്തരീക്ഷങ്ങളിൽ മൊത്തം ഫേക്ക് ന്യൂസ് ആണ്. നമ്മളത് കാര്യമാക്കാതെ നമുക്ക് എത്രത്തോളം ആമുണ്ടെന്ന് നമ്മൾ അറിയില്ല. ഇത് കയറി കൂടുന്നത് പോലെ നമ്മളെ ഉള്ളിലും നമ്മളെ ചിന്തനെ നമ്മളെ വർത്താനം തന്നെ മാറിപ്പോവും. നമ്മൾ അത് വെച്ചിട്ട് സംസാരിച്ചു കൊടുക്കും. എനിക്ക് തോന്നുന്നത്, അതായത് ഇപ്പോൾ നമുക്ക് ഫേക്ക് ന്യൂസിനെ സ്റ്റോപ്പ് ചെയ്യാനല്ലേ നമ്മൾ ശ്രമിക്കേണ്ടത്. ഇപ്പൊ സ്കില്ല് എന്തിലാ വേണ്ടതെന്ന് വെച്ചാൽ ഫേക്ക് ന്യൂസ് സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്കില്ലല്ല, അത് സ്പോട്ട് ചെയ്യാനാ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സഫാന്റെ കഞ്ചാവിന്റെ ഡാറ്റ അങ്ങനെ സഫാൻ ഫസ്റ്റ് പറഞ്ഞ കഞ്ചാവിന്റെ ഡാറ്റ, അതിൽ സഫാന്റെ ഫസ്റ്റത്തെ 2 സെന്റൻസ് മാത്രം എടുത്തിട്ട് ഒരുത്ത റീലാക്കിന്ന് വിചാരിക്കും. ജസ്റ്റ് ഇമാജിൻ. പിന്നെ ആ റീൽ എങ്ങനെ സ്റ്റോപ്പ് ആക്കുക, അത് ഷെയർ ചെയ്തോണ്ട് നിൽക്കും. ഓനിപ്പോ റീല് കട്ടാക്കി വിചാരിക്കും, അടുത്ത ആളത് വെച്ചിട്ട് അടുത്തുണ്ടാക്കി ഉണ്ടാവും. ഇങ്ങനെ പറയാം, ഇന്റർനെറ്റ് ഈസ് ഫോർ എവർ. നമ്മൾ എന്തിട്ടാലും അതവിടെ കെടുക്കും. പിന്നെ അതിങ്ങനെ എക്കോ ചെയ്യുന്ന അറിയാം ഇന്റർനെറ്റ്. അതായത് ഈ പുതിയൊരു ന്യൂ മീഡിയ എങ്ങനെ വെച്ചാല് ഒരൊറ്റ വാർത്തന എന്ത് ചെയ്യും, എക്കോ ചെയ്യും. ഇപ്പോൾ ഒരു സാധനം ഇപ്പോൾ ഇജിപ്പോൾ എൻ്റെ അടുത്തൊരു കള്ളത്തം പറയുകയാണ്, ഇജി ഇവിടുന്ന് കള്ളത്തം പറഞ്ഞിട്ട് പോയി, ഞാൻ അത് കേട്ട് എൻ്റെ കയ്യിൽ മനസ്സിലുണ്ടാവും, ചിലപ്പോൾ അത് പോകും. നേരെ മറിച്ച് ഇന്റർനെറ്റിൻ്റെ ഒരു ഫേക്ക് വരുന്നതോടുകൂടിയിട്ട്, ഫേക്ക് ന്യൂസ് വരുന്നതോടുകൂടിയിട്ട് ഒരിട്ട് ഞാൻ കണ്ടു, കുറച്ച് റീൽ കണ്ടിട്ട് പിന്നെ അത് കണ്ടു, അതിൻ്റെ മൈൻഡിൽ എന്ത് ചെയ്യും, എക്കോ ചെയ്യും, റിപ്പീറ്റ് ചെയ്ത് അങ്ങനെ എന്ത് ചെയ്യും, ഇത് ഫേക്ക് അല്ല, ഇതെന്താണ് സത്യമാണ് നമുക്ക് തോന്നിപ്പോ. ശരിക്കും ഇത് ന്യൂ മീഡിയകളിൽ മാത്രമല്ല, ഈ നമ്മൾ ഹിസ്റ്ററി നോക്കിയാൽ ഹിസ്റ്ററിയിൽ നമുക്ക് ഇത് കാണാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിറ്റ്ലറിന്റെ മന്ത്രി ഗീബൽസിയൻ തന്ത്രം എന്ന് പറയും. അപ്പോൾ ഗീബൽസിയൻ തന്ത്രം എന്താണ്, ഗീബൽസ് എന്താ പറഞ്ഞാൽ നിങ്ങൾ കളവ് പറയുക ഒരു 100 വട്ടം പറഞ്ഞാൽ എന്ത് ചെയ്യും, ആൾക്കാർ അത് സത്യമായിട്ട് തരും. അത് തെളിയിക്കാൻ ചെയ്യുന്നുണ്ട് ഗീബൽസ്, പറഞ്ഞു പോവല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ലോകയുദ്ധം സംഭവിച്ചല്ലോ, ലോകയുദ്ധത്തിൽ ജർമ്മനീൻ്റെ കൂടെ ആര് നിൽക്കണം, ഓസ്ട്രിയ നിൽക്കണം. പക്ഷെ ഓസ്ട്രിയ നിൽക്കൂല, ആദ്യം ആൾക്കാർക്ക് താല്പര്യമില്ല, ഹിറ്റ്ലറിനൊപ്പം നിൽക്കാൻ താല്പര്യമില്ല, ഹിറ്റ്ലർ എന്താണ് ഒരു നാസിസ്റ്റാണ്, നിൽക്കൂല എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ഇത് ഓസ്ട്രിയൻ ജനത ഓൾക്കൊരു മെന്റാലിറ്റി ഇല്ല. അപ്പോൾ ഗീബൽസ് ഹിറ്റ്ലറിൻ്റെ അടുത്ത് പോയി പറഞ്ഞു, എനിക്കൊരു 1 ലക്ഷം റേഡിയോ തന്നാൽ മതി, ഞാൻ മാറ്റിത്തരാം. 1 ലക്ഷം റേഡിയോ എടുക്കുന്നു, ഓസ്ട്രിയക്കാർക്ക് ഫ്രീ ആയിട്ട് എടുക്കുന്നു. രാവിലെയും വൈകുന്നേരം ഗീബൽസ് ഹിറ്റ്ലറിനെ പറ്റിയിട്ട് സംസാരിക്കുന്നു. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഓസ്ട്രിയ എന്ത് ചെയ്യാണ്, ജർമ്മനിയുടെ കൂടെ വരാന്നുള്ളൊരു പഠനമുണ്ട്.
പറഞ്ഞു തരുന്നത്. മീഡിയയാണ്. അന്നത്തെ ഒരു റേഡിയോ ആണ്. റേഡിയോ കൂടി ഗീബിൾസ് എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്ത് എന്ത് ചെയ്യാണ്, പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഫേക്ക് ന്യൂസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു കാലത്തുണ്ടായ പുതിയൊരു പ്രവണത എന്നല്ല, പല രൂപത്തിലും പല കോലത്തിലും എന്ത് ചെയ്തിട്ടുണ്ട്, പണ്ട് മുതൽക്കേ ഫേക്ക് ന്യൂസിൽ ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ ഈ പേപ്പർ എഴുതിന്, ഞങ്ങള് പേപ്പർ എഴുതിന്. അപ്പൊ അതില് നോം ചോംസ്കിന്റെ ഒരു പുസ്തകത്തിൽ ഈ ഇറാഖിനെ എങ്ങനെയാണ് വലിയ വില്ലനൈസ് ചെയ്തതെന്ന് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അതിൽ ഒരു ഉപയോഗിക്കുന്ന ടേം, ഇപ്പോൾ ഇറാഖിന് ഒരുപാട് ഘടകങ്ങൾ ഇതിൽ ശേഷം ഒരു വാർ മോങ്കറിങ് ആയിട്ടുള്ള ഒരു വേൾഡ് കോങ്കർ ചെയ്യാൻ വരുന്ന ഒരു മോങ്കർ ആയിട്ടാണ് സദ്ദാം ഹുസൈനെ പ്രത്യക്ഷപ്പെട്ടു അങ്ങനെ കാണിക്കുന്നത്. യഥാർത്ഥത്തിൽ വീക്ക് ആയിട്ടുള്ള ഒരു മിലിറ്ററി ആയി സദ്ദാം ഹുസൈൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് അവിടെ, വെപ്പൺ ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ അവിടെ ഉണ്ട്, അങ്ങനെ ഒരുപാട് ഫാക്ട്സ് ഇങ്ങനെ കാണിച്ചിട്ട് ലോകം മൊത്തം കീഴടക്കാൻ വരുന്ന ഒരു ഭീകരനായിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് ന്യൂക്ലിയർ വെപ്പൺ. അന്ന് ബുഷ് ഏറ്റവും കൂടുതൽ ഇതായിട്ടുള്ള ഇറാഖിന്റെ അടുത്ത് വലിയ എന്താണ് മാരക ആയുധങ്ങളുണ്ട്, എന്താണ് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ, അങ്ങനെ എന്താണ് ആണവായുധങ്ങളുടെ സാധനം പോലെ. ഇപ്പൊ ആലോചിച്ച് നോക്കുക, അതായത് ഇങ്ങനെ ഒരു ഡിസ്കോഴ്സ് രൂപപ്പെടുകയാണ്. ഇറാന്റെ അടുത്ത് ഇറാഖിന്റെ അടുത്ത് WMD ഉണ്ട്. അപ്പൊ അതിനുശേഷം എന്ത് ചെയ്ത് ഇവരുടെ മൊത്തം പ്രവർത്തനം ഇവർക്ക് ന്യായീകരിക്കാൻ കഴിഞ്ഞ്, ഇറാഖിന്റെ മേലുള്ള അധിനിവേശം ഇവർക്ക് സിമ്പിൾ ആക്കാൻ കഴിഞ്ഞു. കാരണം ഇവർ അങ്ങനെ ഡിസ്കോഴ്സ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് ലോകമൊത്തപരം ഈ മീഡിയ എന്താണ് നെറേറ്റീവിലായി. ഇതുപോലെ ജർമ്മനിക്കെതിരെ ഉണ്ടായിരുന്നു. ജർമ്മനി കശാപ്പ് കേന്ദ്രം, ഒരുപാട്, അതായത് അതിലിപ്പോ അതിന്റെ മുമ്പ് നടന്നത് എന്താണ്, ഇപ്പൊ ഈ ഓസ്ട്രിയന്റെ സാധനം പറഞ്ഞല്ലോ, ജൂതന്മാര് ഇവരാണ് പ്ലേഗ് നടത്തുന്നത്, അങ്ങനെ ഇവരുടെ അടുത്ത് നിന്നാണ് ഈ രോഗമൊക്കെ ബാക്കിയുള്ളവരിലേക്ക് വരുന്നത്, അങ്ങനെ ഒരു ഹെയ്റ്റ് ഇവർക്കെതിരെ. ജൂതന്മാര് പ്ലേഗ് എടുത്ത് എനിക്ക് ഓർമ്മ എന്താ വെച്ചാൽ, കോവിഡ് സമയത്ത് തബ്ലീഗ് ജമാഅത്ത് എന്നിട്ട് തബ്ലീഗ് ജിഹാദ്, എന്താ പേര്, കൊറോണ ജിഹാദ്, അതായത് ഇന്ത്യയിൽ മൊത്തം കൊറോണ പെടുത്തിയത് ഈ തബ്ലീഗുകാരാണ് എന്നിട്ടുള്ള രൂപത്തിൽ. അതോടുകൂടി എന്ത് ചെയ്യാണ്, ഇവരെങ്ങനെ നോക്കിക്കാണാൻ ഈ ജിഹാദ് എന്നുള്ളൊരു പദം അത് നമ്മൾ ശ്രദ്ധിച്ച് പഠിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് കുറേ ഇൻസിഡൻസ് കാണാൻ പറ്റും. നാർക്കോട്ടിക് ജിഹാദ്, ലവ് ജിഹാദ്, മാർക്ക് ജിഹാദ്, കൊറോണ ജിഹാദ്. എന്തിനാണ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്? ഇതിങ്ങനെ പ്രശ്നവൽക്കരിക്കുകയാണ് പല രീതിയിലും. ഇപ്പം ലവ് ജിഹാദ് ഇല്ല എന്നുള്ളത് എന്തുണ്ട്, സുപ്രീം കോർട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനത്തെ സംഭവം ഇല്ല, അത് തീർത്തും അടിസ്ഥാനരഹിതമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ സ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അത് കോട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അതിൻ്റെ പേരിൽ ആൾക്കാർ കൊല്ലപ്പെടുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. അതുപോലെ തന്നെ നാർക്കോട്ടിക് ജിഹാദിലുള്ള ഫേക്ക്, അത് പിന്നീട് തിരുത്തുന്നുണ്ട്, പക്ഷെ അതൊന്നും ആരും അറിയുന്നില്ല. ഇത് മൊത്തത്തിൽ ഇങ്ങനെ ഈ സാധനം തന്നെ, അതായത് സാധനങ്ങൾ ഈ ഇപ്പൊ അൽ ജസീറ ഇൻവെസ്റ്റിഗേഷൻ നടത്തി ഇത് മാറ്റുന്നുണ്ട്, ഒക്കെ സംഭവിക്കുന്നുണ്ട്. ലവ് ജിഹാദ് നടക്കുന്നില്ല എല്ലാവരും പറയുന്നുണ്ട്. പക്ഷെ അതിൻ്റെ ഒക്കെ മുമ്പ് എന്ത് ചെയ്യും, അതിലൂടെ എന്താണോ ആളുകൾക്ക് എൻകാഷ് ചെയ്യാൻ പറ്റുന്നത് അത് അതിൽ സംഭവിച്ചിട്ടുണ്ടാവും. എല്ലാത്തിലും ഇപ്പോൾ ബാബറിന്റെ ഈ സാധനം, ഈ എനിക്കൊന്നൊരു ആഡ് കാണിച്ചു തന്നില്ലേ, മറ്റേ രാം കെ നാം എന്നുള്ള ബാബറിന്റെ ഡോക്യുമെന്ററി, ബാബരീൻ്റെ നല്ല രസമുള്ള കറക്റ്റ് ഇൻസിഡൻറ്റ് കവർ ചെയ്യുന്ന ഡോക്യുമെൻ്ററിയാണ്. അപ്പോൾ അതിലിങ്ങനെ പറയുന്നുണ്ട്, അതായത് ബാബരി വിഗ്രഹം വരുന്നുണ്ടല്ലോ പള്ളിയിൽ, അപ്പോൾ ഈ വിഗ്രഹം വരുന്നത് ന്യായീകരിക്കുകയോ എങ്ങനെയാണെങ്കിലും ഒരു ആഡ് ആദ്യം മൊത്തത്തിൽ ഇന്ത്യയിൽ ടെലിവിഷനിലൂടെ പ്ലേ ചെയ്യുന്നുണ്ട്. ആടെന്താ വെച്ചാൽ ഒരു പൂജാരി ഇങ്ങനെ വന്ന് പറയാണ്, ഞാനിന്ന് കണ്ടു, ഭയങ്കര ഇമോഷണലായിട്ട് പറയാം, ഞാൻ കണ്ടു എൻ്റെ രാമന് വളരെ കുട്ടിയുടെ വേഷത്തിൽ എന്ത് ചെയ്യാണ്, പ്രത്യക്ഷപ്പെടുകയാണ്. നോക്കുമ്പോൾ രാമൻ എന്താണ്, ഒരു ജയിലിൻ്റെ ബാക്കിൽ, ഗേറ്റിൻ്റെ ബാക്കിൽ ഇങ്ങനെയാണ് ഉള്ളത്. പെട്ടെന്ന് രാമന് ഗേറ്റ് തുറന്ന് പുറത്തു വന്നു. പിന്നെ അവിടെ ഒരു വിഗ്രഹത്തെ ഞാൻ കണ്ടു, സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ എന്നുള്ളത്, സിംഹാസനത്തിൽ ഇരിക്കുന്ന പോലെ എന്നുള്ളത്. ശരിക്കും എന്താണ് അവിടെ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് എന്തെയാണ്, ഇങ്ങനത്തെ ഒരു ആഡിലൂടെ. അപ്പം ഇത് കാണുന്ന സാധാ ഒരു ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര വൈകാരികരം. ആ സമയം നോക്കണം. അതായത് ഞാൻ ഇന്ന് പഠിച്ചിട്ടുള്ളൂ കേട്ടോ, ഇന്ന് ക്ലാസ്സിൽ ഞങ്ങൾക്ക് ഉണ്ടായിരുന്ന സബ്ജക്റ്റ് ടെലിവിഷൻ ഇൻ ഇന്ത്യ എന്നുള്ള. അപ്പം അതിൽ പറയുന്നുണ്ട് ഗോൾഡൻ ഏജ് ആയിട്ട് കണക്കാക്കുന്ന ടെലിവിഷൻ്റെ ഒരു 80, 70, 90, 80 മുതൽ 90 വരെയുള്ള കാലഘട്ടമാണ് ടെലിവിഷൻ ഭയങ്കര. അതുവരെ ഓൾ ഇന്ത്യ റേഡിയോ ആണ് ഉണ്ടായിരുന്നത്. അപ്പം അതിനുശേഷം എന്താ ഒരു 56, 60 മുതൽ ഇങ്ങനെ എക്സ്പെരിമെൻ്റലായിട്ട് ഇവിടേക്ക് ഇങ്ങനെ ടെലിവിഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ടെലിവിഷൻ പ്രൊഡക്ഷൻ അല്ലേ, അവിടുന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ടെലിവിഷൻസ് കൊണ്ടുവരുന്നുണ്ട്. ഗവൺമെൻറ് ടെലിവിഷന് കൊടുക്കുന്നുണ്ട്, ബ്രോഡ്കാസ്റ്റിംഗ് തുടങ്ങുന്നുണ്ട്. അങ്ങനെ എല്ലാ ഗ്രാമങ്ങളിലും ഈ സാധനം എത്തി തുടങ്ങുന്നത് 80 സമയങ്ങളിലാണ്. ആ സമയത്താണ് ഹംലോഗ്, രാമായണ സീരീസ്, അങ്ങനെ കുറേ സാധനങ്ങൾ ഇതിലേക്ക് വരുന്നത്. ആ സമയത്താണ് ഈ ആഡും വരുന്നത്. ഈ ആഡ് എന്താണ്, എല്ലാ ആളുകളിലേക്കും ഈ സാധനം എത്തുകയാണ്. അവരുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു സാധനം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. നമ്മളിപ്പോൾ പറയണ ഈ പാല് പിരിയുന്ന എന്തോ ഒരു ആ സാധനം വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആ ഫേക്ക് ന്യൂസിലൂടെ, ഇത് ഫേക്ക് ന്യൂസാന്ന് നമുക്ക് ഇത് എങ്ങനെ എന്ത് കാറ്റഗറിയിലാണ് പെടുത്താൻ കഴിയുക? ഇത് ഫസ്റ്റ് നമ്മളിത് മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ശരിക്കും ടെലിവിഷൻ എന്താ ചെയ്യുന്നത്. ഇപ്പം ഞാനെന്നുള്ള എടുത്തുണ്ട്, സഫ എന്നുള്ള എടുത്തുണ്ട്, നമ്മൾ രണ്ടാൾക്കാർ എന്താണ്, രണ്ടാണ്. നമുക്ക് രണ്ട് ചിന്ത, 2 ഒപ്പീനിയനൊക്കെയാണ്.
ടെലിവിഷനിലൂടെ നമ്മളൊരു സാധനം, ടെലിവിഷൻ എന്നല്ല, നമ്മളൊരു വാർത്ത വായിക്കുകയാണ്, കാണുകയാണ്. ഇത് കാണുന്നതോടുകൂടി എൻ്റെ ഒപ്പീനിയനും സഫാൻ്റെ ഒരു വ്യൂ എന്താണ്, കാഴ്ചപ്പാട് എന്താക്കാണ്, ഇത് ഒന്നാക്കുകയാണ്. ഇതിപ്പോഴത്തെ ഈ ഒരു കാലത്ത് കഴിയുമ്പോൾ ഇത് ഒന്നുകൂടി ഡേഞ്ചറാവും. കാരണം ഇത് ടെലിവിഷൻ എന്ന് പറഞ്ഞാൽ അവിടെയാണ് ഉണ്ടായത്, പക്ഷെ ഫോൺ ഇവിടെ ഉള്ളത് കുറച്ചുകൂടി അടുത്ത് നമ്മളൊരു ബോഡി ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിന് ഭാഗമായിക്കണം ശരിക്കും ഫോൺ. ഇതൊന്നുകൂടി എന്താണ് എഫക്റ്റീവായിട്ട്, അതായത് ആളുകൾ അത്രയും നമ്മളിപ്പം പറയും ശരിക്കും ഇത് മീഡിയ നല്ലതല്ലേ, എല്ലാവരും ഇങ്ങനെ പൊളിറ്റിക്കലി അവെയർ അല്ല എന്നുള്ള, ശരിക്കും പോസിറ്റീവ് അല്ലേ എല്ലാം അറിയില്ലേ. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്ക്, ഏത് തരത്തിലുള്ള ആൾക്കാർ ശരിക്കും പൊളിറ്റിക്കലി ഇതിൽ അവെയർ ആകുന്നത്? രണ്ട് രീതിയിലുണ്ടാവും. ഒന്ന് മിസ്ഇൻഫോർമേഷനും ഉണ്ട്, ഡിസ്ഇൻഫോർമേഷനും ഉണ്ട്. മിസ്ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു റോങ് ഇൻഫോർമേഷൻ. അപ്പം അത് റോങ് ആയിട്ടുള്ള ഒരു സാധനം ഒരാൾ റിപ്പോർട്ട് ചെയ്യാം. ഡിസ്ഇൻഫോർമേഷൻ ഒരു കളവ് അത് ഉണ്ടാക്കി അത് പുറത്ത് വിട്ടു. പക്ഷെ ഡിസ്ഇൻഫോർമേഷൻ ആകുമ്പോൾ അത് മനഃപൂർവ്വം എന്ത് ചെയ്യാം, ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാൻ, ഒരു കുളത്തിലേക്ക് വിഷം കലക്കുന്നത് പോലെ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കുന്ന ജനറേറ്റ് ചെയ്യുന്ന സാധനങ്ങളാണ് ഡിസ്ഇൻഫോർമേഷൻസ്. ഇത് രണ്ടും നടക്കുന്നുണ്ട്. ഒരാൾക്കൊരു തെറ്റ് പറ്റി, ഒരു ഫേക്ക് ഒരു റോങ് ഇൻഫോർമേഷൻ കൊടുത്തു, അത് തിരുത്താറുണ്ട്, പലതും നടക്കാറുണ്ട്. പക്ഷേ ഡിസ്ഇൻഫോർമേഷൻ ഈ പറഞ്ഞ പോലെ ഫേക്ക് ന്യൂസുകൾ ഇങ്ങനെ ജനറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകളുടെ പണിയാണ്. പ്രൊപ്പഗണ്ട ഒരു ഉദാഹരണം ഉണ്ട് എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുമ്പിൽ ആരെ ബോംബ് പൊട്ടിച്ച് പറഞ്ഞിട്ട് 10:15 ശേഷം മീഡിയ ഒത്തിത് എന്താണ്, ശോഭാ സുരേന്ദ്രന്റെ വീടിന് മുമ്പിൽ ബോംബ് ആക്രമണം. അപ്പം അങ്ങനെ ഫുൾ പോലീസ്, BJP നേതാക്കന്മാരൊക്കെ പിറ്റേ രാവിലെ വരെ ഇത് ഫുൾ പ്രൊട്ടക്ഷൻ. അങ്ങനെ പിറ്റേന്ന് രാവിലെയാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായതാണ് ഇതൊരു പടക്കാണ്. നോക്കുമ്പോൾ പിന്നെ അങ്ങനെ അന്വേഷണം തുടങ്ങിയപ്പോൾ നോക്കുമ്പോൾ 3 ചെക്കന്മാർ എന്താണ് ഈശ്വരന് വെച്ച പടക്കങ്ങൾ അന്നേരം പൊട്ടിച്ചു. അപ്പൊ ഇവർക്ക് മീഡിയയിലൊക്കെ വന്നപ്പോൾ ഇവര് പേടിച്ചു. അപ്പൊ ഇവര് മിണ്ടാടുന്നു. സ്വാഭാവികമായിട്ട് ഒരു പേടിയുള്ള. അപ്പൊ അങ്ങനെ എന്താണ് പിന്നെ ഭയങ്കര ഇതായിട്ട് ശോഭാ സുരേന്ദ്രൻ നേരെ ബോംബ് ആക്രമണം ഇതാരുണ്ടാന്ന് മറുനാട്ടിലൊക്കെ നോക്കിയാൽ മതി. എമ്മാര് നമ്മളിങ്ങനെ നോക്കിയിരുന്നില്ലേ എന്തൊക്കെയാ മാറ്റങ്ങളാണ്. അത്രയും വൃത്തികെട്ട ഒരു ട്രെൻഡ് വേറല്ല. അതായത് ഇപ്പൊ നമ്മളൊക്കെ തമ്മിൽ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്, പക്ഷെ അതിനൊരു മാന്യത ഉണ്ടാവണമെന്ന് ഞാൻ പറയാ. അബു പറഞ്ഞ ഡിസ്ഇൻഫർമേഷൻ വെക്കുകയാണെങ്കിൽ ഇപ്പം ശോഭ ഇത് ഭയങ്കര നെഗറ്റീവായിട്ട് ഇപ്പം മലപ്പുറം എന്നുള്ള പെർട്ടിക്കുലർ പ്ലേസ്, മലപ്പുറത്ത് ഇതേ വന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ ഇപ്പം ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾക്ക് അറിഞ്ഞൊരു സാധനമാണ്, ഒരാന പൈനാപ്പിളിൽ വെച്ച പടക്കം തിന്നിട്ട് മരിച്ചിനോ ഇല്ലെന്നറിയില്ല, ഭയങ്കരമായിട്ട് അപകടമൊക്കെ പൊട്ടിയിട്ട് കുറച്ച് മുമ്പ് അത് പാലക്കാടല്ല സംഭവം. അതാണ് രസം. മലപ്പുറത്താന്ന് പറഞ്ഞിട്ട് ന്യൂസ് വന്ന് അതോട് കൂടിയിട്ട് നാഷണൽ ലെവലിൽ, കേരളത്തിനകത്ത് നാഷണൽ ലെവലിൽ സെലിബ്രിറ്റികൾ ഉൾപ്പെടെ മേനകാ ഗാന്ധി വലിയ വലിയ സെലിബ്രിറ്റികളൊക്കെ കണ്ണിച്ചോലില്ലാത്ത പരിപാടി കുറേ സാധനം വരിക. പിന്നെയാണ് വരുന്നത് ഇത് മലപ്പുറത്തല്ല പാലക്കാടാണ്. എനിക്ക് ഓർമ്മയുണ്ട് ആ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ലേഖനം എഴുതുന്നത്, പബ്ലിഷ് ചെയ്യാൻ. അന്ന് ഞാൻ അങ്ങനെ മലപ്പുറത്തിനെതിരെ ഗൂഢമായ ശ്രമങ്ങൾ നമ്മളൊക്കെ ഫേക്ക് ന്യൂസ് ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഇതുപോലെ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടാവും. ഞാൻ എനിക്ക് ഓർമ്മ ഉണ്ട്, പിള്ളേരൊക്കെ ഓർമ്മ ഉണ്ടാവും. 2014 എൻ്റെ ഒരു ഓർമ്മ. 2014 ഫേസ്ബുക്ക്, അന്ന് ഇൻസ്റ്റാഗ്രാം ഒന്നും ഇല്ല. നമ്മളെ മൈൻഡ് എന്താണെന്ന് വെച്ചാൽ ഈ ന്യൂസും കൂടെ വരുമ്പോൾ അത് ഷെയർ ചെയ്യാം, ലോകം മൊത്തമായിട്ട് രക്ഷപ്പെടും നമ്മളെ ന്യൂസ് കൊണ്ട്. എന്നിട്ട് അന്ന് ഒരു ഫേസ്ബുക്കിൽ ഇങ്ങനെ ടെംപ്ലേറ്റ് വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ വരും, ഒരു ക്യാപ്ഷനും വരും, എന്നിട്ട് അതിങ്ങനെ ഷെയർ ചെയ്യുന്ന പരിപാടി ഉണ്ടായിരുന്നു. ഇങ്ങനെ ഷെയർ ചെയ്ത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാം. ഒരു ന്യൂസ് ആയിരുന്നു, ഫ്രൂട്ടിൻ്റെ ഫാക്ടറിയിൽ ആരോ എയ്ഡ്സിൻ്റെ എന്തോ ചേർത്തു എന്ന് പറഞ്ഞിട്ട് ഇത് മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരിലേക്കും എത്തിക്കുക, എനിക്ക് വേറെ ഒന്ന് ഫ്രൂട്ടിന്റെ ആ പെട്ടിയുള്ള പാമ്പിനെ കിട്ടിയെന്നുള്ള സാധനം. അതിനുശേഷം എനിക്ക് ഇങ്ങനെ സ്ട്രോ ഇടുമ്പോ ഒരു പേടിയോ വരാണ്ടിരിക്കുമ്പോ ഇത് എല്ലാവർക്കും ലേസും പാക്കറ്റില് എയ്ഡ്സ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ലേസ് തിന്നരുത് എന്നൊക്കെ. ഇതാരാ പഠിച്ചു ഫേക്ക് പല രീതിയിൽ. ഇപ്പൊ ഞാനിപ്പോ നേരത്തെ പറഞ്ഞ മലപ്പുറം എടുത്തോക്കാണ്. മലപ്പുറം നമ്മൾ ഇതിപ്പോ ഒരു വാർത്ത സിനിമയിലുണ്ട്, അത് പുതിയതെന്നാണ്. ഇപ്പൊ ഏറ്റവും പഴയ നമ്മൾ മാസ് സിനിമ എന്ന് പറയുമ്പോൾ 6-ാം തമ്പുരാൻ നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും. 6-ാം തമ്പുരാനിൽ ജഗന്നാഥ തമ്പുരാനായ മോഹൻലാൽ എന്ത് ചെയ്യാണ്, ഡിസ്കസ് ചെയ്യാണ് എങ്ങനെ നമ്മൾ ഈ ഇല്ലം പൊളിക്കും. നമുക്ക് എങ്ങനെയും പൊളിക്കാലോ, JCB വെച്ച് പൊളിക്കാലോ, അല്ലെ ബോംബിട്ട് പൊളിക്കാം. ബോംബാണെങ്കിൽ മലപ്പുറത്ത് ഇട്ടും. എന്ത് തേങ്ങാട് പറഞ്ഞേ, ബോംബാണെങ്കിൽ മലപ്പുറത്ത് ഇട്ടും. ഈ സാധനല്ലേ ഞാൻ ഈ 6-ാം തമ്പുരാനൊക്കെ നമ്മളെപ്പോഴും ഡിസ്കസ് ചെയ്യുമ്പോൾ ചായ ചർച്ചയിലൊക്കെ എപ്പോഴും വരുന്ന ഉദാഹരണമാണ്. ഞാൻ ആക്കെ 6-ാം തമ്പുരാൻ എത്ര കാലങ്ങൾക്ക് മുമ്പ് ഉണ്ടാക്കിയ പടമാണ്. ഇപ്പോൾ ഈ മാസം സംഭവിച്ചൊരു സാധനം, അതായത് ഇപ്പം അടുത്തൊരു യുവതി മരിച്ചില്ലേ പ്രസവത്തിന്റെ ഇടയിൽ, ഈ അക്യുപഞ്ചർ അത് ഇതൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരുന്നു. വീട്ടിൽ പ്രസവിച്ചിട്ട് മരിച്ച. അപ്പോൾ അയാൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം.
അന്ന് ഏഷ്യൻ ന്യൂസിൽ വന്നൊരു പോസ്റ്റർ ആ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത്, അതിൻ്റെ ഇപ്പോഴും ഉണ്ട്. ഞാൻ ആ പോസ്റ്റർ നോക്കിയിട്ട് എത്രയായിട്ടും കിട്ടുന്നില്ല ഇൻസ്റ്റയിൽ. ഞാൻ പിന്നെ നമ്മൾ എന്നിട്ട് എന്ത് ചെയ്ത് ഏഷ്യനെറ്റിന്റെ സൈറ്റ് എടുത്തിട്ട് പരിശോധിച്ച് നോക്കി. ആ ഒരു ഏപ്രിൽ ആദ്യത്തെ വീക്കിലാണ് ആ സംഭവിക്കുന്നത്, ആ സമയത്താണ്. അപ്പോൾ അതിൽ വന്ന ന്യൂസിന്റെ ഹെഡിങ് ആണ് ഇപ്പോഴും ഉണ്ട് കേട്ടോ. മലപ്പുറത്ത് വീട്ടിൽ പ്രസവിച്ച യുവതി മരിച്ചു, മരണം 5ാമത്തെ പ്രസവത്തിൽ. യുവതി മരിച്ച് പ്രസവത്തിന്റെ ഇടയിൽ, എന്തിനാ 5ാമത്തെ പ്രസവം? അപ്പൊ ഈ നേരത്തെ പറഞ്ഞ ഡിസ്കോഴ്സ് അവിടെ വർക്ക് ചെയ്യണം. ചില വാക്കുകള് മുസ്ലിങ്ങള് അവര് പന്നികളെ പോലെ പ്രസവിച്ചു കൂട്ടുന്നവരാണ്, ഇങ്ങനെ ഒരു ഡിസ്കോഴ്സ് ഉണ്ടാക്കി. അപ്പൊ അതുകൊണ്ട് ഇവിടെ പോപ്പുലേഷൻ അവരെന്തോ ജിഹാദ് നടത്താണ് പോപ്പുലേഷൻ വഴി. ഹെഡിങ്ങൾ വായിച്ചു നോക്കുമ്പോ ഇത് ബൈറ്റ് എന്ന് പറയും, കിട്ടേണ്ടിട്ട് എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഓരോ ഹെഡിങ്ങൾ എടുക്കും. മലപ്പുറത്തെ കുട്ടികളെ കോപ്പി അടിച്ചിട്ടാണ് ജയിക്കുന്നത്. മലപ്പുറത്തെ A+ കൂടെയുള്ള കാരണം കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ A+ ഉള്ളത്. അപ്പൊ ഞാൻ അങ്ങനെ ആലോചിക്കുക, അതായത് ഈ പറഞ്ഞ ഈ ഡിസ്കോഴ്സ് ഇങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ന്യൂസ് കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ 5W അതിലുണ്ടാവണം, ആദ്യത്തെ സെൻറ്റൻസിൽ ഇങ്ങനെ വരണം, ഇതൊക്കെയാണ്. പക്ഷേ ഈ കേസ് മാത്രം എടുക്കുക, ഈ ന്യൂസിൽ ഈ 5ാമത്തെ പ്രസവത്തിലാണ് മരിക്കുന്നത് എന്നുള്ളത് എന്താ മെയിൻ ബൈറ്റാണോ? അല്ലല്ലോ, അതിൻ്റെ ഡീറ്റെയിൽസിൽ വരുന്ന സാധനമാണ് അതൊക്കെ. അപ്പോൾ അതെങ്ങനെ ഹെഡിങ്ങിൽ വരുന്നത്? അതിലെന്തായിരിക്കും വർക്ക് ചെയ്തിട്ടുണ്ടാവുക? ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ചാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ ഇങ്ങനെ കിട്ടും. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്ന, ഇൻഫോർമേഷൻസ് എങ്ങനെ ഷെയർ ചെയ്യുന്നത്. തമാശയായിട്ട് പറയുന്ന സാധനമാണ് തുളസി. നമുക്ക് എടുക്കാം, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ ഇഡ്ഡലിയും സാമ്പാറും കഴിച്ച് മരിക്കുകയാണെങ്കിൽ ഭക്ഷ്യവിഷബാധയേറ്റ് മരിച്ചെന്നാണ് എന്ത് ചെയ്യുക, വാർത്ത തരാം. നേരെ മറിച്ച് ഷവർമ, അൽഫാം പോലുള്ള സാധനങ്ങൾ കഴിച്ച് മരിക്കുകയാണെങ്കിൽ ഷവർമ കഴിച്ച് യുവാവ് മരിച്ചു, അൽഫാം കഴിച്ച്, അതൊരു അറേബ്യ പറയുന്ന സാധനം എങ്കിൽ പോലും നമ്മൾ ഹെഡിങ്ങൾ ഇങ്ങനെ മൊത്തത്തിൽ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ, വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കും ഈ ഹെഡിങ് ഇങ്ങനെ വന്നേ? നമ്മളൊന്നുകൂടിയും ഇനി മുതൽ ഇപ്പോൾ സഫ നേരത്തെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇതിനെ നിർത്തി വെക്കാൻ പറ്റില്ല. നേരെ മറിച്ച് ഇതിൻ്റെ അപ്പുറത്ത് മറ്റൊന്ന് ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യുക, പോസിബിൾ ആവുക. അപ്പോൾ നമ്മളിങ്ങനെ ഈ ഗവൺമെൻറ്റുകളൊക്കെ അതാണ് ട്രൈ ചെയ്യുന്നതാണ് എനിക്ക് തോന്നിയത്. അതായത് മുൻപ് ഇതിനെ തടയാനുള്ള ശ്രമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ മുമ്പാണെങ്കിൽ ഇപ്പോൾ ബോട്ടുകളെ കഥകളൊക്കെ ഇങ്ങനെ പറയും, അതായത് ബോട്ടുകൾ വെച്ചിട്ട് ഇങ്ങനെ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, ഓട്ടോമാറ്റിക് സാധനങ്ങൾ ഇങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ ഫാക്ടറിയിൽ ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി, ഫേക്ക് ന്യൂസുകൾ. ഇന്ന് അത് ഒന്നും കൂടി ഹ്യൂമെയിനായിട്ട് ആൾക്കാർ തന്നെ ഇരുന്നിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ ഇപ്പോൾ ഒരു മെക്സിക്കോത്തൊക്കെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇങ്ങനെ പറയുന്നുണ്ട്. അതായത് ഒരാളിങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് 250K ഇങ്ങനെ എത്രയുള്ള ഫോളോവേഴ്സുള്ള അക്കൗണ്ടുകൾ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ട് ഒരു വിഷയം ട്രെൻഡാക്കണം എന്ന് ഒരാൾ വിചാരിച്ചു കഴിഞ്ഞാൽ സിമ്പിളാണ്. ഒരു രാജ്യത്ത് ഇന്ന വിഷയം കത്തിക്കണം, ഇന്ന വിഷയം ചർച്ചാക്കണം, ഇന്ന വിഷയം ട്രെൻഡിങ് ആക്കണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു പണിയില്ല. ഇത്രയും അക്കൗണ്ടുകളുണ്ട്, ഇത്രയും ഓഡിയൻസ് ഉണ്ട്, ഇത്രയും സംവിധാനങ്ങൾ വർക്ക് ചെയ്യുന്നുള്ളതാണ്. ഇതിലേ ഈ നമ്മളിങ്ങനെ ഫേക്ക് ന്യൂസ് പറയുമ്പോൾ എന്താ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കുന്നുള്ള സാധനം ഉണ്ടല്ലോ, ഈ ഫേക്ക് ന്യൂസിൽ അതിലൂടെ ഉണ്ടാക്കുന്ന ഒരു ബയാസ് ഉണ്ട്, അതിലൂടെ ഉണ്ടാകുന്ന ഹെയ്റ്റ് ഉണ്ട്. അപ്പോൾ ആ ഹെയ്റ്റിൻ്റെ ഒക്കെ ഓരോ പത്രങ്ങളാണ് നമ്മളിങ്ങനെ കാണുന്നത്. ഇപ്പോൾ മിഞ്ഞാന്ന് കശ്മീർ ഇഷ്യൂക്ക് ശേഷം മിഞ്ഞാന്ന് വന്ന പത്രത്തിൽ ഇങ്ങനെ വട്ടട്ട് ഒരു സാധനം ആണെങ്കിൽ, ഈ വീഡിയോ നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ആണെങ്കിൽ ആ ന്യൂസ് കട്ട് അവിടെ കൊടുക്കാം. അതായത് കശ്മീർ ഇഷ്യൂ സംഭവിച്ചതിന് ശേഷം, ആ അറ്റാക്ക് നടന്നതിന് ശേഷം അതിന് അടുത്ത ദിവസങ്ങളിൽ നടന്ന ആക്രമണങ്ങളാണ്. പഞ്ചാബ് യൂണിവേഴ്സിറ്റി, അവിടെ പല യൂണിവേഴ്സിറ്റികൾ കാശ്മീരി സ്റ്റുഡൻസിനെതിരെ ആക്രമണങ്ങൾ നടക്കുന്നു. ഉത്തരാഖണ്ഡ് മസൂരിയിൽ അവിടുത്തെ വഴിയോര കച്ചവടക്കാരെ ഉപദ്രവിക്കുന്നു. എന്തൊക്കെ സംഭവങ്ങളാണ്. അതിന്റെ വെഞ്ചൻസ് ആയിട്ട് ഇപ്പൊ ലാസ്റ്റ് എൻ്റെ നാട്ടുകാരനാണ് കൊല്ലപ്പെട്ടത്, പറപ്പൂരനാ, ഞാൻ കോട്ടക്കല, എൻ്റെ സ്വന്തം നാട്ടുകാരനാണ് കൊല്ലപ്പെട്ടത്, അഷ്റഫ് എന്ന് പറയുന്ന ആള്. അപ്പോൾ ആലോചിച്ച് നോക്കുക. അപ്പോൾ അഷ്റഫിന്റെ കേസിന് എടുത്തു വെക്കുകയാണെങ്കിൽ, അഷ്റഫിന്റെ കേസിൽ ആദ്യം കൊന്ന എങ്ങനെയാ വെച്ചാൽ, ആദ്യം പറഞ്ഞതെന്ന് വെച്ചാൽ പാക് സിന്ദാബാദ് എന്ന് മുദ്രാവാക്യം അഷ്റഫ് വിളിച്ചു, അതുകൊണ്ട് ആൾക്കാർ തല്ലിക്കുന്നു. ഇതാണ് ഫസ്റ്റ് സർക്കുലേറ്റ് ചെയ്യപ്പെട്ട ന്യൂസ്. അപ്പോൾ ആഭ്യന്തരമന്ത്രി അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചുകൊണ്ടാണ് എന്നിട്ടുള്ളൊരു സാധനം. പിന്നെ ഇങ്ങനെ കേസ് ഓരോ ഘട്ടം കഴിയുമ്പോഴാണ് വരുന്നത് വെള്ളം കുടിച്ചതിൻ്റെ പേരിലാണ്. അതും മനസ്സിലായില്ല. അതായത് ആദ്യം വന്ന വാർത്ത പാകിസ്ഥാൻ സിന്ദാബാദ് പോലീസ് പിടിച്ചു. അപ്പൊ ഇവരെ പോലീസ് കാരണം പറയുന്നത് വെച്ചാല് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ചോണ്ടാണ് ഇതിങ്ങനെ കൊന്നത്. പക്ഷെ പിന്നെ കാരണം വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ ലാസ്റ്റ് ആയിട്ടുള്ള എന്താ വെച്ചാൽ വെള്ളം കുടിച്ചതിന്റെ പേരിൽ ആണ് എന്തിട്ടുള്ളത്, അടിച്ചു വന്നിട്ടുള്ളത്. അപ്പം ന്യായീകരിക്കുകയാണ് ഒരു ഫേക്ക് ന്യൂസ് വെച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒരു ഇൻസിഡന്റ്, പഹൽഗാം ഇൻസിഡന്റ്, അള്ളാഹു അക്ബർ എന്നൊരു സിപ്പ് ലൈൻ ഓപ്പറേറ്റർ പറഞ്ഞേണ്ടേ. അപ്പം എല്ലാവരും പറഞ്ഞു ഇവനെന്താണ്, ടെററിസ്റ്റ് ആണ്. കാരണം എന്താണ്, ഇവൻ അള്ളാഹു അക്ബർ എന്ന് വിളിക്കുന്നത്. പക്ഷേ എങ്കിൽ പിന്നെ ഇവൻക്കെതിരെ കേസും ആക്രമണമൊക്കെ വരുമ്പോൾ പറയണം, അതായത് ഇവൻ സ്ഥിരം ചെയ്യുന്നതാണ്, വർക്ക് ചെയ്യുമ്പോൾ പറയുന്നൊരു സാധനമാണ്. അപ്പോൾ ഈ സ്വഭാവത്തിൽ വല്ലാതെ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഹെയ്റ്റ് ക്യാമ്പയിന് എന്ന് പറയുമ്പോൾ എങ്ങനെയാ അതൊരു
ഇങ്ങനെ ഫേക്ക് ന്യൂസിലെ ഇങ്ങനെ ഫേക്ക് ന്യൂസിലൂടെ നമ്മൾ സംഭവിക്കുന്ന കുറേ സാധനം നോർമലൈസ് ചെയ്യപ്പെടുന്നു. എന്നുവെച്ചാൽ ഇങ്ങനെയുള്ള ഹെഡിങ്ങുകളിലൂടെ ആൾക്കൂട്ട കൊല, മോബ് ലിഞ്ചിങ് നോർമലൈസ് ചെയ്യപ്പെടുന്നത്. എന്നുവെച്ചാൽ ഒരാൾ അള്ളാഹു അക്ബർ വിളിച്ചാൽ, അല്ലെങ്കിൽ എന്താണ് പശുക്കടത്ത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. പശുക്കടത്ത് ചെയ്ത് പറഞ്ഞിട്ട് മോബ് ലിഞ്ചിങ്, ആൾക്കൂട്ട കൊല നടത്തുക. അപ്പം ഇതിങ്ങനെ ഇങ്ങനെ ഫേക്ക് ന്യൂസ് പ്രൊവൈഡ് ചെയ്തിട്ട് ഇതൊരു നോർമലൈസ് ചെയ്ത് സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതാണ്. നമ്മൾ അസ്ലയൊക്കെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അഖ്ലാഖിന് ശേഷം നമ്മൾ വേറെ പേര് ആലോചിക്കണ്ട. അസ്ലേഖന്റെ എപ്പിസോഡ് മക്തൂബിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള അസ്ലേഖന്റെ കൂടെ നമ്മൾ ഇരുന്നപ്പോൾ അന്ന് ഒരുപാട് കാര്യങ്ങൾ ഈ സാധനം എങ്ങനെ മൂപ്പര് ഈ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ മൂപ്പര് ഇങ്ങനെ കുറേ സാധനങ്ങൾ എങ്ങനെയാണ് ഈ ഹെയ്റ്റ് വർക്ക് ആവുന്നത് എന്നുള്ളത് നമ്മൾ അതിൽ പറഞ്ഞു. ഞാൻ പറയുന്നത് അതിൽ നമ്മൾ അങ്ങനെ കുറച്ച് സാധനങ്ങൾ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കുറച്ചും കൂടി ഫിഖ് ഓഫ് സോഷ്യൽ മീഡിയയിൽ എങ്ങനെ നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ ആണ് ശരിക്കും ഈ എപ്പിസോഡ്. എങ്ങനെയാണ് സോഷ്യൽ മീഡിയയിൽ സംഗതികൾ എങ്ങനെ സോഷ്യൽ മീഡിയ ആക്കണ്ട, മൊത്തത്തിലുള്ള ഒരു മീഡിയയിൽ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ മീഡിയയിലുള്ള സ്വാഭാവികമായിട്ടുള്ളൊരു സാധനമാണ് ഇപ്പോൾ നിലവിൽ ഫേക്ക് ന്യൂസ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ ഫേക്ക് ന്യൂസിനെ നമ്മളെങ്ങനെയാണ് മറികടക്കേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു മീഡിയയിൽ നമ്മളെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്, അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളിങ്ങനെ എന്തോ പുതിയ ഡിസ്കോഴ്സ് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഒരു വാർത്ത സ്വീകരിക്കുന്നതിൽ, ആ ഒരു കാര്യം കൃത്യമായിട്ട് അറിയണമെങ്കിൽ, ഒരു സാധനം പഠിക്കുന്നതിൽ, അതിലൊക്കെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ ട്രഡീഷൻ തന്നെ നമുക്ക് കിട്ടും. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ ഈ മിസ്ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഫേക്ക് ന്യൂസ് പ്രൊവൈഡ് ഇതാകുന്നത് വെച്ചാൽ വാട്സാപ്പിലൂടെയാണ്. ഫോർവേഡ് മെസ്സേജ് എന്താണ് നമ്മൾ എങ്ങനെയാണ് എവിടെയാണെന്ന് കിട്ടുന്ന ആൾക്കാർ നോക്കുന്നില്ല. ഒരു ഹൈഡിങ് കാണുന്നു, ആൾക്കാർ എന്താണ് യൂട്യൂബ് വീഡിയോ ആണെങ്കിൽ അത് കാണുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ന്യൂസ് ആണെങ്കിൽ കാണുന്നില്ല, ഹെഡിങ് നോക്കും, ഇതിങ്ങനെയാണ്, അപ്പോൾ നേരെ ഫോർവേഡ് ചെയ്യും. ഇത് എവിടേക്കാണ് എങ്ങനെയൊക്കെയാണ് എത്തുന്നത് യാതൊരു ഐഡിയ ആൾക്കാർക്ക്. നമ്മളെ ഓഡിയൻസിനോട് പറയാനുള്ളതാണ്, നിങ്ങൾ നമ്മളിത് കണ്ടിട്ട് ഷെയർ ചെയ്താൽ മതി. ഞങ്ങളോട് നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ ആണ് അതെന്ന് നിലക്ക് എല്ലാം അങ്ങോട്ട് ഷെയർ ചെയ്യേണ്ട. ഭയങ്കര തിടുക്കാണ് ഫോർവേഡ് ചെയ്യാൻ. ഇതില് മുസ്ലിങ്ങളെ ഗോസ്റ്റ് മുസ്ലിംസ് എന്ന് ഇന്ത്യത്തെ മുസ്ലിങ്ങളെ പറയും. ഗോസ്റ്റ് മുസ്ലിം എന്ന് പറഞ്ഞാൽ പ്രേതങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ. കാരണം മുസ്ലിങ്ങളെ പറ്റിയിട്ട് ഫേക്കായിട്ടുള്ള ന്യൂസേ വരുന്നുള്ളൂ. സാധാരണ ഈ കള്ളക്കഥകൾ ആരെ പറ്റിയിട്ട് വരിക, പ്രേതക്കഥകളാണ് കള്ളക്കഥകൾ. മുസ്ലിങ്ങളെ പറ്റിയിട്ട് റിയൽ ന്യൂസ് ഒന്നും വരുന്നില്ല. മുസ്ലിങ്ങൾ എന്തല്ല ഇവിടുത്തെ ഒരു സിറ്റിസൺസ് അല്ല, പ്രേതങ്ങളെ പോലെയുള്ള ആൾക്കാരാണ്. എത്ര ഫേക്ക് ന്യൂസാണ് ഓരോ ഇൻസിഡൻറ്റ്. ഇപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല, ഇപ്പോൾ ചാവ എന്നുള്ള സിനിമ ഇറങ്ങി. അപ്പോൾ ചാവ ഇറങ്ങിയതിന് ശേഷം ഔറംഗസീബിനെ DP ആക്കിയ ആൾ, ഔറംഗസീബിനെ സ്റ്റാറ്റസ് ഇട്ട്, ഇതിൻ്റെയൊക്കെ പേരിൽ എന്ത് ചെയ്യാണ്, മുസ്ലിങ്ങളെ അടിക്കുകയാണ്, നമുക്ക് കൊള്ളണം, ഔറംഗസീബിനാക്കുക, ഒരു പ്രത്യേക രീതിയിലുള്ള മെൻറ്റാലിറ്റി ഉണ്ടാക്കുക. സിനിമകൾ തന്നെ പരിശോധിക്കും. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം മീഡിയയിലാണ് പറഞ്ഞത്. അപ്പോൾ സിനിമ നമുക്ക് വേറെ തന്നെ ഒന്ന് ചെയ്യേണ്ടി വരും. എന്തായാലും സിനിമ ഇറ്റ് സെൽഫ് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മുസ്ലിങ്ങളെ രണ്ട് രീതിയിൽ, ഒന്ന് മുസ്ലിങ്ങളെ ആസ് എ ടെററിസ്റ്റ് പല ഉദാഹരണങ്ങളും കാണാൻ പറ്റും. ഇപ്പോൾ ആറാം തമ്പുരാൻ, ബാബ കല്യാണി, മലയാളത്തിൽ തന്നെ അൻവർ, കുറേ കാണാൻ പറ്റും. ഈ ഹോളിവുഡിൽ കുറേ സിനിമകൾ കാണാൻ പറ്റും. രണ്ടാമത്തെ രസമുള്ള മുസ്ലിങ്ങളെ, ഇത് ഈ ഒരു ചർച്ചയായിട്ട് ഭാഗമില്ലെങ്കിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു മുസ്ലിം അമിതത്വം വല്ലാണ്ട് കാണിക്കും. അതായത് രണ്ട് രീതിയിലാണ് മുസ്ലിങ്ങൾ ചിത്രീകരിക്കുക. ഒന്നാണ് നേരത്തെ പറഞ്ഞാൽ ഇത് ഭീകര സ്വഭാവത്തിൽ, രണ്ടൊരു മുസ്ലിം അമിതത്വം, അതായത് വല്ലാണ്ട് ചെയ്യും. ഉദാഹരണത്തിന് അച്ചുവിൻ്റെ അമ്മ എന്നുള്ള സിനിമയിൽ മുസ്ലിങ്ങളെ ചിത്രീകരിച്ച് നോക്കിയാൽ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുക, ഹോസ്പിറ്റൽ സീനിൽ വരുമ്പം ബിരിയാണി ഉണ്ടാക്കുക, എപ്പോഴും ബിരിയാണി നിന്ന് ഒരു അമിതത്വം വല്ലാണ്ട്. അല്ലെങ്കിൽ ഉദാഹരണത്തിന് കിളിച്ചുണ്ട മാമ്പയം കണ്ടിട്ടുണ്ടാവും മോഹൻലാലിൻ്റെ, അതിൽ മലപ്പുറം സംസാരിക്കുന്നുണ്ട്, അത് കണ്ടില്ല. കിളിച്ചുണ്ട മാമ്പയത്തിലും വല്ലാണ്ട് ഓവറായിട്ട് ഇജ ഉടുക്ക ഇപ്പം പോകണം. ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലായി എന്തിനാ ഈ ഓവറാക്കുന്നത്. സാധാരണ മുസ്ലിങ്ങളോട് ഉണ്ടല്ലോ, മുസ്ലിങ്ങൾ വൃത്തിക്ക് എന്തെങ്കിലും പറ്റില്ല സിനിമ, അത് വേറെ തന്നെ ചർച്ച ചെയ്യാൻ തോന്നും. റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് ഒരുമാതിരി ഈ രണ്ട് കോലത്തിലായിട്ട്. ടർക്കിഷ് തർക്കം എന്ന് പറഞ്ഞൊരു സിനിമ, അത് ഇറങ്ങാൻ പോകുന്ന ഇറങ്ങിക്കില്ല, പക്ഷെങ്കിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു ഫേക്ക് ന്യൂസ് ഇട്ടു, എന്താണ് ഇത് സമുദായത്തിനെ എന്താണ് വേദനിപ്പിക്കുന്നു, ചില ആൾക്കാരെ വേദനിപ്പിക്കുന്നുണ്ട്, അതുകൊണ്ട് റിലീസ് മാറ്റാൻ. ഇത് ഇറങ്ങിക്കില്ല, ഇറങ്ങിയിട്ട് പിൻവലിച്ച്. അപ്പൊ കാരണം ചോദിച്ചാൽ പറഞ്ഞ് ആ സമുദായത്തിലെ ചില ആളുകൾ വേദനിപ്പിക്കുന്നു പറഞ്ഞു. ഏതാ ഈ ചില ആളുകൾ? ആ PR സ്റ്റണ്ട് നമ്മൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ആന്റി മുസ്ലിം PR ഇപ്പോൾ വലിയൊരു പോസിബിലിറ്റി എന്തിട്ടുണ്ട് നമ്മുടെ ഒരു മീഡിയ. അപ്പൊ നമ്മൾ ശരിക്കും എന്താ ചെയ്യാ? അതാണ് എനിക്ക് തോന്നുന്നത്. ഇസ്ലാമില് ഒരാളൊരു വാർത്ത സ്വീകരിക്കുന്നതിൽ അയാൾ കാണിക്കേണ്ട അഥവാ എന്താണ്? ഇങ്ങനെ ഒരു ബേസിക് ക്വസ്റ്റ്യൻ. ഈ സാധനങ്ങളൊക്കെ ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്കിതിൽ വൃത്തിക്ക് വർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ വൃത്തിക്ക് മീഡിയയിൽ നമുക്ക് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ടെക്നിക്കലി ഉള്ള സാധനമല്ല. ഹഫീസ് പറഞ്ഞാൽ തന്നെ ടെക്നിക്കലി ഇത് മിസ്ഇൻഫർമേഷൻ, ഇത് ഡിസ്ഇൻഫർമേഷൻ, അതല്ല. ഒരു അദബ് ഉണ്ടാവണം നമുക്ക്. ഒരു അദബായിട്ട് നമ്മുടെ ഉള്ളിലൊരു
നല്ലൊരു അമലും സാലിയാത്ത് ഒരു വിർച്യു എന്നൊക്കെ അറിയില്ലേ, അത് ക്രിയേറ്റ് ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അതില് നമ്മൾ സാധാരണ ന്യൂസുമായി ബന്ധപ്പെട്ട് പറയുന്ന ഹുജറാത്തിലായത്തില്ലേ, യാ അല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല. ആ ആയത്തിൽ എന്താ ബേസിക്കലി അതിന്റെ എന്തോ ഒരു ബാക്ക് സ്റ്റോറി ഒക്കെ അല്ലേ. അതായത് നിങ്ങൾ വിശ്വാസികളോട് പറയാണ്, നിങ്ങളിലേക്ക് ഒരാളൊരു വാർത്തയായിട്ട് വന്നാൽ ഫതബയ്യനു, നിങ്ങളത് എന്ത് ചെയ്യണം, സ്വീകരിക്കുന്നതിന് മുമ്പ് അത് സത്യമാണെന്ന് ഇതാക്കുന്നതിന് അനലൈസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഫതബയ്യനു, സ്ഥിരീകരിക്കണം അതെന്താണ് സാധനം. അല്ലാതെ കേട്ട പാടെ കേൾക്കാത്ത പാതി അത് എടുത്തിട്ട് അതുമായി ബന്ധപ്പെട്ട് അത് സത്യമാണെന്ന് വിശ്വസിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ എന്താണ്, നിങ്ങൾ കൗമം ബിജഹാലായി പോവും, നിങ്ങൾ ഇഗ്നറന്റ് ആയി പോവും, നിങ്ങൾ ജാഹിലുകളായി പോവും എന്നാണ് വലീദ് ബിൻ ഉഖ്ബ തോന്നുന്നു. അതായത് നബി സ്ഥലത്തേക്ക് എന്താ സമ്മതം മറ്റേ ഗോത്രത്തിലേക്ക് അയക്കും എന്നാണ്. വലീദ് ബിൻ ഉഖ്ബ ഗോത്രം ഓർമ്മയില്ല. അപ്പൊ അങ്ങനെ സക്കാത്ത് വാങ്ങാൻ അയക്കും. അങ്ങനെ സക്കാത്താണോ അതോ കരാർ അംഗീകരിക്കേണ്ട അവരുടെ അടുത്തുനിന്ന് സക്കാത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് ഇയാളെ പറഞ്ഞയക്കും. പക്ഷെ അവർ പുതുതായിട്ട് ഇസ്ലാം സ്വീകരിച്ച ഗോത്രമാണ്. അപ്പൊ ഇയാൾക്ക് എന്തോ ഒരു പേഴ്സണൽ ഇഷ്യൂ കാരണം അവിടെയൊക്കെ പോയി സക്കാത്ത് ചോദിക്കാൻ ഒരു പേടി. അപ്പൊ അയാളല്ല സ്വഹാബിയാണ്. അപ്പൊ അദ്ദേഹം തിരിച്ചു വന്നു, എന്നിട്ട് പറഞ്ഞു ഇവര് സക്കാത്ത് തരാൻ കൂട്ടാക്കിയില്ല. അപ്പൊ റസൂൽ എന്ത് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് ഖാലിദ് ബിൻ വലീദിനെ അവരുടെ അടുത്തുനിന്ന് സക്കാത്ത് പിടിച്ചു വാങ്ങാൻ വേണ്ടി പറഞ്ഞയക്കാൻ. അങ്ങനെ അദ്ദേഹം പോകുമ്പോഴാണ് അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത് ഇങ്ങനെ ഒരാൾ സക്കാത്ത് ചോദിക്കാൻ പോലും വന്നിട്ടില്ല. അവരിപ്പോഴും വിശ്വാസികളാണ്, മുസ്ലിങ്ങളാണ്, അവരിത് സക്കാത്തിനെ നിഷേധിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ ആ ഒരു സബബിലാണ് അങ്ങനെ ഒരു എന്നുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യണം, അതായത് വേറെ ഒന്നുണ്ട് വസ്അലു അഹ്ല ദിക്ർ എന്നുള്ള സാധനം. ഇപ്പോൾ പല വിഷയങ്ങളിലെ സാധനങ്ങളാണ് നമ്മൾ മുമ്പൊക്കെ എത്തുന്നത്. ഇപ്പൊ എല്ലാവരും എല്ലാത്തിലും മെയിനാവേ നിൽക്കണം. ഇതിൽ എനിക്കറിവുണ്ട്, അതിൽ എനിക്കറിവുണ്ട്, അങ്ങനെയല്ല. വസ്അലു അഹ്ല ദിക്ർ. ഇപ്പോൾ ഓരോ വിഷയം വരുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അഹ്ലുണ്ടാവും, അത് അറിയുന്നതിന്റെ പണ്ഡിതന്മാരുണ്ട്. നിങ്ങൾക്ക് അറിയാത്ത വിഷയമാണെങ്കിൽ അറിയണവരോട് ചോദിക്കുക. അങ്ങനെ ഒരു കഥ ഉണ്ട്. അതായത് എനിക്കിപ്പോ ഓർമ്മ വന്നതാ, ഒരു ഉസ്താദ് ഒരാളോട് പറഞ്ഞ് നിങ്ങൾ എന്തും ചോദിച്ചോളി, ഖുറാനിൽ അതിനുള്ള ഉത്തരമുണ്ട്, എന്തും ചോദിച്ചാൽ മതി ഖുറാനിൽ അതിൽ. അപ്പോൾ അയാൾ എന്ത് ചെയ്തു, എന്തോ ഭയങ്കര പുതിയ ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. എന്തായിരുന്നു സാധനം, എൻ്റെ വീട്ടിൽ എന്താ മുട്ടൻ്റെ അങ്ങനെ എന്തോ ഒരു സാധനം ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്തു ഉസ്താദ്, എന്ത് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരാളടുത്ത് പോയിട്ട് ആ ചോദ്യം ചോദിച്ചിട്ട് അതിൻ്റെ ഉത്തരം പറഞ്ഞു കൊടുത്ത്. അപ്പോൾ ഇയാൾ പറഞ്ഞ് നിങ്ങളല്ല വലിയ ഡയലോഗ് അടിച്ച് ഖുറാനിൽ എല്ലാത്തിനും ഉത്തരമുണ്ട്, ഖുറാനിൽ നിങ്ങളിപ്പോൾ ഈ ഖുറാനിലല്ലല്ലോ, അള്ളാഹിനോടല്ലല്ലോ ചോദിച്ചു, വേറെ ചെങ്ങൈനോടല്ലേ ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറഞ്ഞു അല്ല ഖുറാനിൽ ഉത്തരമുണ്ട്, ഖുറാനിൽ എന്നോട് പഠിച്ചവൻ പറഞ്ഞിട്ടുണ്ട്, എനിക്കറിയില്ലെങ്കിൽ ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുന്തും ലാ തഅലമൂൻ. ഒരു വിഷയത്തെക്കുറിച്ച് എനിക്കറിയില്ലെങ്കിൽ എക്സ്പേർട്ടിനോട് പോയി ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ ഖുറാൻ പറഞ്ഞ പോലെ ജീവിച്ചു. എനിക്ക് തോന്നേ ഫേക്ക് ന്യൂസ് നമ്മൾ കുറേ പറഞ്ഞല്ലോ. ഫേക്ക് ന്യൂസിൽ ഏറ്റവും ഡേഞ്ചർ ആയിട്ടുള്ള സംഗതി, ഡേഞ്ചർ എന്നല്ല ഏറ്റവും കൂടുതൽ ആൾക്കാർ പറ്റിക്കപ്പെടുമ്പോഴെന്ന് വെച്ചാൽ ഫുള്ളും ഫേക്ക് ആകുമ്പോഴല്ല, കുറച്ച് സത്യങ്ങൾ അതിലുണ്ടാവും. അടുത്ത സത്യം ഒരു രസമുള്ളൊരു കഥയുണ്ട്, തീർത്തും സാങ്കല്പികമായിട്ടുള്ള കഥയാണ്. ഓൻ കഥ പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്ന കഥ എന്താ വെച്ചാൽ സത്യമുണ്ട് കളവുണ്ട്. എല്ലാവർക്കും സത്യത്തിന് ഇഷ്ടം, കളവിനായിരിക്കും ഇഷ്ടമല്ല. സാങ്കല്പികാട്ടോ. അങ്ങനെ എന്ത് ചെയ്തു, ഒരു ദിവസം സത്യം കുളിക്കാൻ പോയപ്പം കളവ് എന്ത് ചെയ്ത് ബാക്കിൽ നിന്ന് ഒളിച്ചു നിന്ന് സത്യം കുളത്തിലിറങ്ങിയപ്പോൾ കളവ് ഓടിപ്പോയിട്ട് സത്യത്തിൻ്റെ ഡ്രസ്സ് മൊത്തം എടുത്തിട്ട്. അന്ന് മുതലാണ് സത്യത്തിൻ്റെ മൂടുപടമണിഞ്ഞ കളവും സത്യം നഗ്നനായ സത്യമായിട്ട് തീർന്നെന്നുള്ള സാധനമുണ്ട്. പറഞ്ഞു തരുന്നത് വെച്ചാൽ അർദ്ധസത്യങ്ങളുണ്ടാവും. അതായത് ഇത് ഫുള്ളായിട്ട് എന്തുണ്ടാവില്ല, അതിൽ സത്യം ഉണ്ടോ വെച്ചാൽ സത്യമുണ്ട്, പക്ഷെങ്കിൽ എന്തായിരിക്കും അത് വേറൊരു തരത്തിൽ നേരായിട്ട്. ഇപ്പോൾ അതിന് ഏറ്റവും ഉദാഹരണമാണ് ഉസ്മാനുല്ലാൻഹുവിൻ്റെ കൊലപാതകം, ഷഹാദത്ത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാരണങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഈ കലാപകാരികളെ പ്രകോപിപ്പിച്ച ഒരു തരത്തിലുള്ള ഉസ്മാനുല്ലാഹിന് എതിരിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു നരേഷൻ നടക്കുന്നുണ്ട്. അതായത് ഒരു വർത്താനം മൊത്തത്തിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഭാഗമായിട്ട് സഹീഹ് മുസ്ലിമിൽ അബ്ദുല്ലാഹിബിൻ ഉമറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവം പറയുന്നുണ്ട്. അതിൽ അബ്ദുല്ലാഹിബിൻ ഉമർ മക്കയിലിരിക്കും. അങ്ങനെ ഈജിപ്തിൽ നിന്ന് ഒരാൾ ഹജ്ജ് ചെയ്യേണ്ടിയിട്ട് മക്കയിൽ വരും. ഈജിപ്തിൽ നിന്ന് മിസ്റിൽ ഒരാൾ വരുമ്പോൾ അബ്ദുല്ലാഹിബിൻ ഉമറിന് ചുറ്റും കുറേ ആളുകൾ ഇരിക്കുന്നു. അപ്പോൾ ഇയാൾക്കൊരു സംശയമുണ്ട്, അത് ഇബ്നു ഉമറിൻ്റെ അടുത്ത് ചോദിക്കണം. അതുള്ളതാണ്. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇയാളെ വന്നിപ്പോൾ ചോദിക്കുകയാണ്, എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അങ്ങനെ ചോദിക്കും, ഞാൻ കേട്ടിട്ടുണ്ട് ഉസ്മാൻ അള്ളാഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല, സത്യമാണോ? അപ്പോൾ ഇബ്നു ഉമർ പറയും അതെ സത്യമാണ്. ഉസ്മാൻ അള്ളാഹു ഉഹുദിൽ തിരിഞ്ഞോടിയിട്ടുണ്ട്, സത്യമാണോ? അപ്പോൾ ഇബ്നു ഉമർ പറയും അതെ സത്യമാണ്. ഉസ്മാൻ അള്ളാഹു
ഹുദൈബിയ സന്ധിയിൽ എന്താ റിദ്വാൻ അല്ല എന്താ ബൈഅത്ത് ചെയ്തിട്ടില്ല. സത്യമാണോ? സത്യമാണ്. ഖലീഫ ആയിരിക്കുന്ന സമയത്താണോ ഷഹാദത്തിന് ശേഷമാണെന്ന് അറിയില്ല. ഇതിങ്ങനെ ഉണ്ട്. അപ്പം ഇയാൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞു. അതായത് അമ്മേ അപ്പം കേട്ടൊക്കെ ശരിയാണ്, ഉസ്മാൻ അള്ളഹാൻ എന്താണ് പ്രശ്നക്കാരനാണ്. അപ്പോൾ ഉടനെ ഇബ്നു ഉമർ സംഭവം മനസ്സിലായിട്ട് തിരിച്ചു വിളിച്ചു. ഇങ്ങോട്ടെ ഞാൻ വിശദീകരിച്ചില്ല എന്നിട്ട് വിശദീകരിച്ചെടുക്കുകയാണ്. ഒന്നാമത്തെ സംഭവം ബദറിൽ എന്താണ്, നബിയുടെ മകളും ഉസ്മാൻ അള്ളാഹിൻ്റെ ഭാര്യയായിട്ടുള്ള റുഖിയ ബീവി രോഗിയായിട്ട് കിടക്കുകയാണ്, മരണക്കിടക്കുകയാണ്. അപ്പം എന്താണ്, നബി സമ്മതിക്കാണ്, ഇല്ല ഇതിൻ്റെ കൂടെ വരരുത്, റുഖിയനെ നോക്കിയിട്ട് അവിടെ ഉണ്ടാവണം. അപ്പോൾ അതാണ് ബദർ ഒരേ സമയത്ത് സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ദിനാണ് നബി പറയുന്നത്. സങ്കടം ഇതാണ്, മകള് റുഖിയ മരണപ്പെടുകയാണ്. രണ്ടാമത്തെ ഉഹൂദിൽ മദീനയിൽ സങ്കടം നമ്മൾ വന്ന് പഠിച്ചപ്പോഴേ ഇതൊക്കെ ഭയങ്കര ഇടങ്ങാറായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്ത്. അവസാനം അത് ആലോചിച്ച് നോക്കുക, ആദ്യമായിട്ടൊരു വിജയം വിശ്വാസികൾക്ക് കിട്ടി. അപ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട ഒരു സമയം അപ്പോൾ സങ്കടപ്പെട്ടു. രണ്ടാമത്തെ ഉഹുദിൽ കുറേ സ്വഹാബികൾ തിരിഞ്ഞുകൊണ്ടിട്ടുണ്ട്. അള്ളാഹ് ആയത്തിറക്കിയിട്ടുണ്ട്, എല്ലാവർക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ മാപ്പ് കൊടുത്തിട്ടുണ്ട്, ഉസ്മാൻ അള്ളാഹിന് മാത്രമല്ല. മൂന്നാമത്തെ ഹുദൈബിയ സന്ധി നടക്കുന്നതിന് എന്തിനാ? ഹുദൈബിയ സന്ധി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ അള്ളാഹുവിനെ മക്കയിലേക്ക് സന്ദേശവാഹകനായിട്ട് അയച്ച്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇവർക്കൊരു വ്യാജ വാർത്ത തരുന്നു, ഉസ്മാൻ അള്ളാഹിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്, കൊല്ലപ്പെടുത്തിയത്. അപ്പം ഉസ്മാൻ അള്ളാഹിന് വേണ്ടി ഞങ്ങൾ റിവെഞ്ച് എന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും എന്ത് ചെയ്യുന്നത്, ഈ ഒരു എന്താ പറയുക, ബൈഅത്തുൽ റിദ്വാൻ ശരിക്കും സംഭവിക്കുന്നത്. അതിന് ശേഷമാണ് ഹുദൈബിയ സന്ധി സംഭവിക്കുന്നത്. അപ്പം ബൈഅത്തുൽ റിദ്വാനിൽ ഉസ്മാൻ അള്ളാഹിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ആ ബൈഅത്ത് ചെയ്യണത് തന്നെ. പോരാത്തതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ നബീൻ്റെ വലത്തെ കൈ വെച്ചിട്ട് ഇത് ഉസ്മാൻ്റെ കൈയാന്ന് പറഞ്ഞിട്ടുണ്ട് അതിൽ വെക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ ആലോചിച്ചു, ഇതൊക്കെ അയാളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞൊക്കെ സത്യമാണ് ശരിക്കും. പക്ഷെ ഇത് പ്രചരിപ്പിക്കപ്പെടുമ്പോൾ എന്താണ്, വേറെ സ്വഭാവത്തിലേക്ക് അർദ്ധസത്യങ്ങൾ. അപ്പം നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് സത്യമല്ലേ, ഞാൻ ഇത് വായിച്ചല്ലോ, അത് സത്യമല്ലേ, സത്യമായിരിക്കും, പക്ഷെ അതെന്തല്ല, ഫുള്ള് സത്യമല്ല, അതൊക്കെ അർദ്ധസത്യങ്ങളായിരിക്കും. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു ഫേക്ക് ഇൻഫർമേഷൻ നോക്കുമ്പോൾ തന്നെ സത്യം ഒറ്റയടിക്ക് എന്തെയും പാടില്ല, ഒരു സംഗതി നമ്മൾ എടുക്കാൻ പാടില്ല. നേരെ മറിച്ച് ഒരൊറ്റ സംഭവം സംഭവിക്കണം തന്നെ എന്തുണ്ടാവും, അതിന് ചുറ്റും പല കാരണങ്ങളുണ്ടാവും. അതൊരു ഹെഡിങ് ആയിട്ട് വരണത് തന്നെ നേരത്തെ പറഞ്ഞാൽ ഹെഡിങ്ങിലേക്ക് എത്തുമ്പോൾ തന്നെ പല സംഭവങ്ങളും എന്തുണ്ടാവും അതിലേക്ക് വന്നിട്ടുണ്ടാവും. അപ്പം അതൊക്കെ നോക്കുക. അപ്പോൾ ഫതബയ്യനു അഹ്ല ദിക്ർ എന്ന് പറയുന്ന പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, ഇത് ഒറ്റയടിക്ക് ഇത് സത്യമാണ്, ഡാറ്റ ഉണ്ടല്ലോ സത്യം തന്നെ പോകുന്നതിനപ്പുറത്തേക്ക് ഇതിലേക്ക് എത്തിച്ച പല കാര്യങ്ങളും കൂടി നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നോക്കേണ്ടി വരും. ഇസ്ലാമിൽ ഈ തബീൻ ഉണ്ടല്ലോ, ഒരു വാർത്ത സ്ഥിരീകരിക്കുക എന്നുള്ളത്, അതിൻ്റെ ഏറ്റവും രസമുള്ള ആവിഷ്കാരം നമുക്ക് ഹദീസിലാണ് കാണാൻ കഴിയാം, ഇസ്നാദിൽ. അപ്പോൾ ഒരു ഹദീസ് അത് റസൂല് പറഞ്ഞതാന്ന് ഒരാളെ സ്വീകരിക്കണമെങ്കിൽ അതെന്താണ്, കൃത്യമായ സനദ് ഉണ്ടാവണം. ഇപ്പോൾ ഒരു ഹദീസിൽ നമ്മൾ സാധാരണ ആളുകൾ ഉദ്ധരിക്കലും കേൾക്കലൊക്കെ എന്താണ്, ആ ഹദീസിന്റെ മത്തിനായിരിക്കും. അതായത് ഇന്നമല്ല അമാലു ബിന്നിയ, നമ്മളിപ്പോൾ പോഡ്കാസ്റ്റിൽ പറയുമ്പോഴും ഇന്നമല്ല അമാലു ബിന്നിയാത്ത് എന്നാ പറയാ, തഹൂറു ശത്രുൽ ഈമാൻ. നമ്മൾ പറയുന്ന ഹദീസുകളൊക്കെ അത് മത്തിനാണ്, കണ്ടന്റ് മാത്രമാണ്. എന്നാ അതിന്റെ മുകളിൽ എന്താണ്, നമ്മൾ ഹദീസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ പൂർണ്ണതയിൽ റസൂലിലേക്ക് കണക്ട് ചെയ്യുന്ന ധാരാണോ ഉദ്ധരിച്ചത് അവിടുന്ന് എന്താ നരേറ്റർമാർ അങ്ങനെ റസൂല് വരെ എത്തുന്ന ആ ഒരു കണ്ണി നമുക്ക് കാണാം, ശ്രേണി നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ അവർ ഓരോരുത്തരെ കുറിച്ച് പഠനങ്ങൾ ഉണ്ടാവും. അതായത് ആ ശ്രേണിയിലെ റാവികളെ കുറിച്ച് പഠനങ്ങൾ, ഇൽമു റിജാൽ എന്നതിന് പറയാം. അതിലിപ്പോൾ കുറേ പുസ്തകങ്ങൾ, ഇപ്പം ഇമാം ബുഖാരി, അതായത് സഹീഹുൽ ബുഖാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കിതാബ് ഇമാം ബുഖാരിക്ക് എന്തുണ്ട്, താരീഖുൽ കബീർ എന്ന് പറഞ്ഞിട്ട് 13,782 റാവികളെ പറ്റിയിട്ട്, അതായത് ഇമാം ബുഖാരി എന്താ പറയുക ആശ്രയിച്ച, അതായത് സ്വീകരിച്ച റാവികളെ പറ്റിയിട്ട് 13,782 റാവികളെ പറ്റിയിട്ട് ഓൾ എന്തുകൊണ്ട് സത്യസന്ധമാണെന്ന് പറ്റിയുള്ള ഇവരെന്താ പ്രശ്നം എന്നുള്ള അവരുടെ മൊത്തം ഡാറ്റ കറക്റ്റ് ഡാറ്റ അറിവ്. ഇപ്പൊ താരിഖുൽ കബീറിനെ കുറിച്ച് പറയുന്നുണ്ട്, അത് 9 വോള്യത്തിലാണ് അത് എഴുതപ്പെട്ടത്. വേറെ രസമുണ്ട്, നമുക്ക് ഇതൊക്കെ പഠിക്കുമ്പോൾ സനദിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇസ്ലാമിൽ ഇൽമിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, ഒരു വാക്കിന് എത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആലോചിച്ച് ഇത് ഇങ്ങനെ വെറുതെ പറയുന്നല്ല, കാല റസൂലുള്ളാന്ന് പറഞ്ഞിട്ട് പറയല്ല, കൃത്യമായ പഠനം. അതായത് എങ്ങനെ റസൂൽ നിന്ന് എവിടെ ഇമാം ബുഖാരിക്ക് എങ്ങനെ കിട്ടി, ആ കിട്ടിയതിൻ്റെ ഇടയിലുള്ള ആളുകൾ ആരൊക്കെ, ആ ആളുകളെ കുറിച്ച് അയാളുടെ എല്ലാ ഡീറ്റെയിലും വെച്ചിട്ടുള്ള പഠനം. ആ പഠനം ഈ താരിഖുൽ കബീർ ഉണ്ടല്ലോ, ഇത്ര വലിയ പുസ്തകം, 9 വാള്യത്തിലുള്ള പുസ്തകം. ഈ പുസ്തകം ഇമാം ബുഖാരി എഴുതുന്നത് 18ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഇതിങ്ങനെ ബുഖാരിൻ്റെ, മുസ്ലിമിൻ്റെ, ഇമാം ഷാഫിൻ്റെ എല്ലാവരുടെയും കഥകൾ ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ എത്രയോ വട്ടം ഇമാം ഷാഫി റഹിമഹുല്ലാഹിൻ്റെ എല്ലാവരുടെയും കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
ഈ കഥകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഇവർ ഇത്ര ഇൽമിന് വേണ്ടിയിട്ട് ട്രാവൽ ചെയ്ത് ഇത്ര ജൂത ചെയ്ത് ഇത്ര കഷ്ടപ്പെടുന്ന എന്തിനാലോചിക്കുമ്പോ ഇതിനു വേണ്ടിട്ട് ഏറ്റവും ചെറിയ കുറവ് പോലും അവരെന്താണ് ആളടുത്ത് ഹദീസ് എടുക്കാനുള്ള ഒരു കുറവായിട്ട് മനസ്സിലാക്കുക. എന്ന് വെച്ചാൽ അതിലൊരു ഉദാഹരണം ഉണ്ട്. ഇമാം ബുഖാരി റഹ്മുള്ള ഒരിക്കലും ഇതേപോലെ ഹദീസ് തേടി പോകും. അപ്പോൾ അങ്ങനെ ഒരാളെ വീട്ടിലെത്തും. അപ്പോൾ ആൾ നോക്കുമ്പോൾ പുറത്ത് നോക്കുമ്പോൾ ആളെന്താണ് കുതിരയ്ക്ക് ഇങ്ങനെ പുല്ല് കൊടുക്കുന്നുണ്ട്. പുല്ല് കൊടുക്കുമ്പോൾ എങ്ങനെ വെച്ചാൽ പുല്ല് കൊടുക്കും, അപ്പോൾ കുതിര മുമ്പോട്ട് വരും, പിന്നെ ബാക്കോട്ട് പോകും. അപ്പം അങ്ങനെ ചെറിയ കുതിരനെ പറ്റിക്കുന്ന പോലെ. അപ്പോൾ എന്നിട്ട് ഇമാം ബുഖാരി അത്രയും യാത്ര ചെയ്തിട്ട് എത്തിയ ഇമാം ബുഖാരി തിരിച്ചു പോരും. കാരണം ഇതിന്റെ പ്രശ്നം ഇതാണ്. നമ്മൾ ഹിസ്റ്ററി ഒക്കെ പറയുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ ഹദീസിലുള്ള സനദിമാര് പലപ്പോഴും ഹിസ്റ്ററിക്ക് എന്തെങ്കില്ല നമ്മളൊരു ട്രഡീഷനിൽ സനത് വല്ലാണ്ട് പറയല്ല. ഓൾറെഡി നമ്മൾ എന്ത് സംസാരിക്കുമ്പോഴും ഇപ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. മനസ്സിലും മുസ്ലിമും ലിസാനിഹി വയദി. നാവും അത്രയും സൂക്ഷിക്കേണ്ട സാധനമാണ്. അതിൻ്റെ അപ്പുറത്തേക്ക് ഫല്യക്കുൽ ഖൈറൻ ഔ ലിയസ്മുത്, ഇതൊക്കെ ബേസ് ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ ഒരുപാട് ശ്രദ്ധിച്ചിട്ടേ നമുക്ക് എന്തും ചെയ്യാൻ പറ്റും. ഒരു സാധനം സംസാരിക്കുകയാണെങ്കിൽ, ഒരു ന്യൂസ് പ്രൊപ്പഗേറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എന്താണെങ്കിൽ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞ പോലെ ഒരു സാധനം ഷെയർ ചെയ്യുമ്പോൾ, ഒരു പോസ്റ്റ് ഇടുമ്പോൾ, കമന്റ് ഇടുമ്പോൾ ഒക്കെ ഇത്രയും ശ്രദ്ധിക്കണം എന്നുള്ളത് ഉലമാക്കളുടെ പിൻഗാമികളായ നമ്മൾ എങ്ങനെയാണ് ഫോർവേഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏതർത്ഥത്തിലാണ് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ആലോചിക്കുന്നത്. നിങ്ങളെ ഇത്രയും ഇൽമിനെ തേടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇത്രയും സഞ്ചരിച്ച് കഷ്ടപ്പെട്ടുള്ള ഒരുപാട് ഉലമാക്കളുടെ പിൻഗാമികളായ നമ്മള് ഹെഡിങ് എന്ത് ചെയ്യണം അതേപോലെ കോപ്പി ചെയ്തിട്ട് ഫോർവേഡ് ചെയ്യുന്നു. ഇവിടെയാണ് നമ്മള് ഒരു മുസ്ലിം എന്ന നിലയിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു, അല്ലെങ്കിൽ അതായത് എനിക്ക് പറയുന്നത് വെച്ചാൽ ഒരു ഹെഡിങ് നമ്മൾ കാണുമ്പോൾ, ഒരു വാർത്ത കാണുമ്പോൾ അത് അതേപോലെ റിസീവ് ചെയ്തിട്ട് അതനുസരിച്ച് ആക്ട് ചെയ്യണോ പണിയെടുക്കണോ പോവല്ല. നേരെ മറിച്ച് ആദ്യം അറ്റ്ലീസ്റ്റ് ആ ഡേറ്റെങ്കിലും നോക്കുക. ഇത് എന്നുണ്ടായ വാർത്തയാന്നുള്ളൊരു ഡേറ്റെങ്കിലും നോക്കുക. ഇത് എവിടെ നിന്ന് വന്നിട്ടുള്ളതെന്ന് ആലോചിക്കുക. സോഴ്സിനെ പറ്റി ചിന്തിക്കുക. ഫുൾ സനത് നോക്കുക. സോഴ്സ് ഭയങ്കര പ്രധാനമാണ്. അപ്പം ഒരാൾ ഉണ്ടാക്കി എവിടെ നിന്ന് ഉണ്ടാക്കി എന്നുള്ള ഒരു നമുക്ക് അറിയില്ല. അതിലും ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാ പറയുന്നൊരു കഥയുണ്ട്. ഒരിക്കലും ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു മദീനക്ക് പുറത്തല്ല. അപ്പോൾ ഒരാൾ വന്നിട്ട് ഉമർ റളിയല്ലാഹുവിനോട് പറയുന്നുണ്ട്, മദീനയിൽ വലിയൊരു സംഭവം നടന്നിട്ടുണ്ട്. അപ്പോൾ ഉമർ റളിയല്ലാഹു ചോദിക്കും എന്താണ്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ഭാര്യമാരെ തലാഖ് ചൊല്ലിയും. അപ്പോൾ അങ്ങനെ ഉമർ ഭയങ്കര സങ്കടം. കാരണം വെച്ചാൽ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹുവിൻ്റെ ഒരു മകള് ഹഫ്സ റളിയല്ലാഹു എന്താണ് റസൂലിന്റെ ഭാര്യയാണ്. അപ്പം അങ്ങനെ ഉമർ റളിയല്ലാഹു വളരെ സങ്കടത്തോടും എല്ലാവിധ പ്രയാസം ഉണ്ടല്ലോ, അങ്ങനെ നേരെ മദീനയിലേക്ക് ചെല്ലും. മദീനയിലേക്ക് ചെല്ലുമ്പം സ്വാഭാവികമായിട്ട് ഒരു പിതാവ് എന്ന അർത്ഥത്തിൽ ആരെ എന്ത് ചെയ്യാം, മകളെടുത്താണ് ചെല്ലുക. കാരണം വെച്ചാൽ മകളെ ആശ്വസിപ്പിക്കുക, മകളെ ഇതാക്കാനൊക്കെ. പക്ഷെ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു ബുദ്ധിമാനാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അടുത്ത് പോകും. എന്നിട്ട് പ്രവാചകനോട് ചോദിക്കും, അല്ലയോ പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഭാര്യമാരെ തലാഖ് ചൊല്ലിയിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇല്ല ഞാൻ തലാഖ് ചൊല്ലിയിട്ടില്ല. അപ്പോൾ ഉമർ റളിയല്ലാഹു പറയും, അല്ലാഹു അക്ബർ. കാരണം ഉമർ റളിയല്ലാഹു അവിടെ ചെയ്യുന്ന വെച്ചാൽ ഭാര്യമാരുടെ അടുത്തല്ല പോകും, നേരെ സോഴ്സ് ഇവിടെ പ്രവാചകനാണ് ഏറ്റവും വലിയ സോഴ്സ്. അപ്പോൾ നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ അടുത്തേക്ക് പോകും. അങ്ങനെ നമ്മളെ സോഴ്സ് എവിടെയാണെന്നുള്ള കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഒരു നമ്മൾ പണ്ടൊക്കെ ഇപ്പോൾ ഒരാൾ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ റെഫറൻസ് ആയിട്ട് ഒരു സോഴ്സ് ആയിട്ട് ഒരു സാധനം സ്വീകരിക്കുകയാണ്, ഒരു സോഴ്സ് ഉണ്ടാവുക. ഒരാൾ ഒരു ആർട്ടിക്കിൾ, ഒരു 10 ആൾക്കാർ, നമ്മളെ ക്ലാസ്സിലുള്ള 10 ആൾക്കാരോട് സാധനം എഴുതുന്നുണ്ടെങ്കിൽ, പണ്ടാണെങ്കിൽ എല്ലാവരും ഒരു സോഴ്സിൽ നിന്ന് തന്നെ എടുക്കുക. ഇന്ന് 100,000 ആൾക്കാർ അങ്ങനെ എഴുതിയിട്ടുണ്ട്, 100,000 ഫേക്ക് സോഴ്സസ് ഉണ്ട്. അതുകൊണ്ട് എ ബി എടുക്കുന്നു, ബിനെ സി എടുക്കുന്നു, സി എനെ എടുക്കുന്നു, അങ്ങനെ ആട്ടും ഇങ്ങോട്ടും സേക്കനെ തിരിയൂല ശരിക്കും. അതായത് ഒരാൾ തമാശക്ക് ഒരു ആർട്ടിക്കിൾ എഴുതി, ഒരു കോമഡി ആയിട്ട് മീഡിയത്തിൽ എഴുതി പബ്ലിഷ് ചെയ്തു. എന്നിട്ട് മറ്റൊരാൾ പുതിയൊരു ഒതന്റിക് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിൾ എഴുതിയിട്ട് അതിൻ്റെ അടിയിൽ റെഫറൻസിലുണ്ടാവും ഇന്ന ആൾ മീഡിയത്തിൽ എഴുതിയെന്ന്, അതും സോഴ്സാണെന്ന്. അത്രത്തോളം സോഴ്സുകൾ മാറി കഴിഞ്ഞിട്ടുണ്ട്. അതും വേറെ ഒരുപാട് വഴികളുണ്ട്. ഫാക്ട് ചെക്കിങ്ങിന് സോഴ്സ് നോക്കാന്നുള്ള ഒരു വഴിയാണ്. അതിനു മുമ്പേ എനിക്കിങ്ങനെ തോന്നിയ സാധനം, അതായത് ഇന്നും അന്നുള്ളൊരു വ്യത്യാസമാണ്. ഇപ്പോൾ ഇമാം ബുഖാരി റഹിമത്തുള്ളാഹിന്റെ ഒരു കഥ പറയുന്നുണ്ട്. അതായത് ഒരുപാട് അറിവുള്ള മനുഷ്യനാണ്. അതായത് 12-ാം വയസ്സിൽ 18-ാം വയസ്സിലാണ് ഇൽമു റിജാൽ ചെയ്തത്. 12 വയസ്സായപ്പോൾ തന്നെ 7000 ഹദീസുകൾ സനദും മത്തിനും അടക്കം കാണാപ്പാഠം പഠിച്ചിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ തന്നെ യാത്ര ചെയ്ത് ബഗ്ദാദിലും മക്കയിലും, അങ്ങനെ ബുഖാറിൽ നിന്നാണല്ലോ വരുന്നത്. അങ്ങനെ ഒരുപാട് യാത്ര ചെയ്ത് അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ അവരുടെ ശിഷ്യത്വമൊക്കെ സ്വീകരിച്ച് അങ്ങനെ ഒരുപാട് ഇൽമ നേടിയിട്ട് മൂപ്പര് തിരിച്ച് പോകുന്ന സന്ദർഭമുണ്ട്. അപ്പോൾ ആളുകൾക്കൊക്കെ അറിയാം ഇമാം ബുഖാരി ഒരുപാട് ഇൽമുള്ള മനുഷ്യൻ. അങ്ങനെ എന്ത് ചെയ്ത് നമ്മളെപ്പോഴും പറയുന്നൊരു കഥ ഉണ്ട്. ഇമാം ബുഖാരിയുടെ ഈ മെമ്മറി കപ്പാസിറ്റി അളക്കണം, അങ്ങനെ കപ്പാസിറ്റി അളക്കണം. അങ്ങനെ ഒരു എന്ത് ചെയ്ത് അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്തു, ഒരു പരിപാടി വെച്ചു. എങ്ങനെ ബുഖാരി റഹിമത്തുള്ളാഹി തന്നെ വിളിക്കും, എന്നിട്ട് എന്ത് ചെയ്യും, ഓരോരുത്തരും ഓരോ ഹദീസ് വീതം അങ്ങനെ പറയും. അങ്ങനെ 100 ആളുകൾ 100 ഹദീസുകൾ അതിൻ്റെ സനദും മത്തുനും അടക്കം ഇങ്ങനെ ബുഖാരിൻ്റെ അടുത്ത് വന്നിട്ട് പറയും. അപ്പോൾ ആദ്യത്തെ ആൾ വന്നിട്ട്
ഇങ്ങനെ ഒരു ഹദീസ് സനദും മത്തിനും അടക്കം, സനദും മത്തിനും എങ്ങനെ ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അതെ, സനദും മത്തിനും മാറ്റിയിട്ടുണ്ടാവും. സനദും മത്തിനും ഉദ്ദേശിച്ചത് അതായത് ചെയിനും കണ്ടന്റും. അപ്പോൾ ആദ്യത്തെ ആള് എല്ലാവർക്കും അറിയണ ഹദീസായിരിക്കും. അയാൾ എന്ത് ചെയ്തു, ആ പണ്ഡിതൻ എന്ത് ചെയ്യും, ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം ചോദിക്കും ഈ ഹദീസ് കേട്ടിട്ടുണ്ടോ? അപ്പോൾ ബുഖാരി പറയും ഇല്ല. അടുത്ത ആള് ഒരു മത്തിനും പറയും, സനദ് പറയും ഈ ഹദീസ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ 100 ആളുകളും 100 ഹദീസ് പറയും. എല്ലാവരും കണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. എല്ലാവരും കേൾക്കുന്ന, എല്ലാവരും മുമ്പിൽ നിന്നും ബുഖാരി പറയുന്നു ഇല്ല, ഈ ഹദീസ് കേട്ടില്ല. അങ്ങനെ 100 ആള് കഴിഞ്ഞതിന് ശേഷം ബുഖാരി ഓരോരുത്തരുടെ അടുത്ത് വന്നിട്ട് നിങ്ങൾ പറഞ്ഞ ഹദീസ് ഇതാണ്, ഈ സനദ് ഇങ്ങനെയാണ്, എന്നാൽ ഇതിലുള്ള എറർ ഇതാണ്, ശരിക്കുള്ള ഹദീസ് ഇതാണെന്ന് പറഞ്ഞിട്ട് 100 ആളുകളും പറഞ്ഞ തെറ്റും അതിലുള്ള ശരിയും ബുഖാരി ഇമാം ഓരോരുത്തർക്കും പറഞ്ഞു കൊടുക്കും. മൂപ്പരുടെ ഒരു ഫോട്ടോഗ്രാഫിക് മെമ്മറി. ഇപ്പോൾ പഠിക്കണ സമയത്ത് തന്നെ ഒരു കഥ ഉണ്ട്. അതായത് കൂടെ പഠിക്കുന്ന ആളുകളൊക്കെ നോട്ട് ചെയ്തു, എല്ലാവരും നോട്ട് ചെയ്തു. അപ്പോൾ ബുഖാരി റഹിമഹുള്ളാഹിന്റെ കൂടെ 2 സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദർസ് കഴിഞ്ഞ് ഒരു തിരിച്ചു വരുമ്പോൾ ഒരിങ്ങനെ ബുഖാരിനെ കളിയാക്കി, ചെങ്ങായി നോട്ട് ചെയ്തൂല, ഈ എന്തിനാണ് വെറുതെ എൻ്റെ സമയം കളയാൻ വേണ്ടിയിട്ട് ദർസിന് വരുന്നത്, ഒന്നുമില്ലെങ്കിൽ എനിക്ക് പുരയിലിരുന്നൂടെ, എന്തിനാ ഇവിടെ വന്നിരിക്കുന്നത്? അപ്പോൾ എന്ത് ചെയ്യും, ബുഖാരി അവരോട് പറയും എന്നൊക്കെ നിങ്ങൾ ഇതുവരെ എഴുതിയ നോട്ടുകളൊക്കെ എടുക്കി, എന്നിട്ട് അതിലുള്ള ഹദീസുകൾ പറയാൻ തുടങ്ങി. എന്നിട്ട് ഓരോരുത്തർ ഹദീസ് പറയാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്ത് ഒരു നോട്ട് എഴുതിയ സാധനം ഉണ്ടല്ലോ, ബുഖാരി ആ നോട്ടിലുള്ള സാധനങ്ങൾ ഓരോ ഹദീസും തുടക്കം മുതൽ സനദും മത്തിനും അടക്കം ഓരോന്ന് ചൊല്ലാൻ തുടങ്ങി, ഫസ്റ്റ് മുതൽ. അപ്പോൾ ഒരിങ്ങനെ എത്രയോ കാലങ്ങളായി നോട്ട് ചെയ്തിയ സാധനമാണ്. ബുഖാരി ഇമാം പറയുന്ന സാധനം വെച്ചിട്ട് ഒരു തിരുത്താൻ തുടങ്ങി. ഒരു നോട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന കറക്ഷൻസൊക്കെ അപ്പോൾ തിരുത്താൻ തുടങ്ങി. അപ്പം അത്രയും മെമ്മറി ഉള്ള ഒരു സാധനം. അങ്ങനെയാണ് ഒരു ഇൻഫോർമേഷനെ കണ്ടിരുന്നത്. അങ്ങനെയാണ് ഒരു സനദിനെയും മത്തിനെയൊക്കെ മനസ്സിലാക്കിയത്. നമ്മൾ ആലോചിച്ച് നോക്കുക, നമുക്കൊരു ഹദീസ് വേണം. ജസ്റ്റ് നമ്മളിപ്പോൾ എത്ര പേപ്പറുകൾ ഈ എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മൾ കുറേ പേപ്പറുകളും കുറേ ഹദീസുകളൊക്കെ റെഫർ ചെയ്തല്ലോ, എന്ത് സുഖമായിരുന്നു അറിയും. ഇപ്പോൾ ഇംഗ്ലീഷിലാണ് പേപ്പർ, നമ്മളിപ്പോൾ എക്കീൻ്റെ ഒരു പേപ്പർ റെഫർ ചെയ്തു, അതിൽ കുറേ ഹദീസുകളുണ്ട്. അപ്പോൾ ഹദീസുകൾ അതിൻ്റെ മത്തിന് കിട്ടണം, അറബിയിലുള്ള കണ്ടന്റ് എങ്ങനെയാണെന്നുള്ള അറിയണം. അപ്പോൾ ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നു, ഗൂഗിളിൽ ടാബിൽ പേസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ sunna.com വരുന്നു. sunna.com സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ കൃത്യമായിട്ടുള്ള സനദും മത്തിനും എല്ലാം വരുന്നത്. അത് ആരാണ്, ഇമാം അൽബാനി സ്വഹീഹാക്കിയിട്ടുണ്ട്, എല്ലാം അതിൽ കൃത്യമായിട്ട് നമുക്ക് ഒറ്റ ക്ലിക്കിൽ വരികയാണ്. ഇൻഫോർമേഷൻ അത്രയും നമ്മുടെ കയ്യിൽ, അത്രയും സുലഭമായിട്ട് നമ്മളെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് നമുക്ക് വേണ്ടത് ഇൻഫോർമേഷൻ എങ്ങനെയാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, ഇൻഫോർമേഷൻ ലിറ്ററസിയാണ് നമുക്ക് വേണ്ടത്. ഇങ്ങനെ പണ്ടൊക്കെ നമ്മളെന്താ പറയുന്നത്, എല്ലാവരെയും ഉത്ബുദ്ധരാക്കണം, പഠിപ്പിക്കണം. ആളുകളുടെ പ്രശ്നം എന്താണ്, അവർ ഇല്ലിറ്ററേറ്റ് ആണ്, അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ല. അപ്പോൾ അവർക്ക് ആദ്യം വേണ്ടതുണ്ട് എഴുതാനും വായിക്കാനും പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് അങ്ങനെയല്ല, എല്ലാവരുടെ അടുത്തും നോളേജ് ഉണ്ട്, നോളേജ് ബൂമാണ്. നോളേജ് എല്ലായിടത്തും ഇൻഫോർമേഷൻ ഉണ്ട്. അപ്പോൾ ഈ ഇൻഫോർമേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം ലേണിങ്, ഹൗ ടു ലേൺ എന്നുള്ളതാണ്. ഇതിൽ നിന്ന് എങ്ങനെ പഠിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഇൻഫർമേഷൻസ് ഇങ്ങനെ പാസ് ചെയ്തു നിൽക്കുന്നതിനിടയിൽ നമ്മളൊക്കെ ആ കള്ളത്തിൻ്റെ ഭാഗം കൂടിയാവും ചിലപ്പോൾ. ഇപ്പോൾ ഒരു കള്ളം പ്രൊപ്പഗേറ്റ് ചെയ്യപ്പെട്ടു, പക്ഷെ നമ്മളറിയില്ല അതിൽ ആ ഒരു കള്ളത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മാറിയിട്ടുണ്ട്. ആ കള്ളം ചിലപ്പോൾ ഒരാളെ കൊല്ലാൻ സഹായിച്ചിട്ടുണ്ടാവും. ഒരാളെ കൊല്ലുന്നതിന് വരെ ചിലപ്പോൾ അയാളെ തൊട്ട് പോയിട്ടേ ഉണ്ടാവുള്ളൂ ആ കള്ളം, പക്ഷേ അതേ കള്ളത്തിന് ഒരാളെ കൊല്ലാനും സാധിക്കും. അപ്പോൾ നമ്മളറിയാതെ എന്ത് ചെയ്തിട്ടുണ്ടാവും. പണ്ടൊക്കെ ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു കള്ളം പറയും. ഇപ്പോൾ ഒരാൾ ഒരു ഷോപ്പിൽ ഇരുന്നിട്ട് പണ്ടൊക്കെ നമ്മളിങ്ങനെ കേൾക്കുമല്ലോ, ഇപ്പോൾ ഒരു കല്യാണം മുടങ്ങിയത് ഇന്ന ആൾ പറഞ്ഞിട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കേൾക്കാമല്ലോ. ഒരാളങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ ഒന്നെങ്കിൽ പെരുമാറും, അല്ലെങ്കിൽ ഒരു കള്ളം പറഞ്ഞെന്നൊക്കെ എന്തെങ്കിലും ഒരാൾ അറിഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലായിക്കോട്ടൊക്കെ നല്ല പെരുമാറുമായിരുന്നു. ഇന്ന് എല്ലാവരും ഇരുന്ന് കള്ളം പറയുന്നുണ്ടാവും. എല്ലാവരും ഇരുന്ന് അവരുടെ ഡിവൈസുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ വളരെ വൃത്തിക്ക് ഇങ്ങനെ കള്ളങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഈ അറിഞ്ഞോ അറിയാതെ നമ്മളൊക്കെ ഈ ഒരു കള്ളത്തിൻ്റെ ഭാഗമായിട്ട് ചിലപ്പോൾ നമ്മൾ ആ കള്ളം ഉണ്ടാക്കുന്നുണ്ടാവില്ല, പക്ഷെ അത് ഷെയർ ചെയ്യുന്നതിൽ നമ്മൾ ഭാഗമായിരിക്കും. നമ്മൾ വളരെ കൂളായിട്ടായിരിക്കും അതൊക്കെ ചെയ്യുന്നത്. ഷെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്നിട്ട് ലാസ്റ്റ് റിസീവ്ഡ്. അപ്പോൾ നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ഓരോ ഷെയറിനും നമ്മളാണ് ഉത്തരവാദികൾ. നമ്മളൊരു ചെയ്യുന്ന മെസ്സേജ്, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്യുന്ന ഒരു മെസ്സേജ്, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഒരു സാധനം, നമ്മൾ ഈ പോഡ്കാസ്റ്റ് പറയുന്ന നമ്മൾ ഓരോരുത്തരും എന്താണ് ഉത്തരവാദികളാണ്. അപ്പോൾ നമ്മൾ കാരണം ഒരു ജീവിതവും അല്ലെങ്കിൽ ഒരു ജീവനും അപകടം ഉണ്ടാവാനില്ല. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു. അതിൽ ഇപ്പോൾ അങ്ങനെ ഉള്ള പേര് വെച്ചിട്ട് ഇപ്പോൾ റൂമി അങ്ങനെ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ പറയാം. ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഏറ്റവും ഇടങ്ങടെന്ന് വെച്ചാൽ ഡീപ്പ് ഫേക്കുകളാണ്. അതായത് പോസ്റ്ററും കോട്ടിങ്സും വെച്ചിട്ടുള്ള, അല്ല ഫോട്ടോയും കോട്ടിങ് വെച്ചിട്ടുള്ള ഇറങ്ങുന്ന പോസ്റ്ററുകളല്ല,
അങ്ങനെ പറയണ്ട. ഇപ്പോൾ എൻ്റെ മുഖം വെച്ചിട്ട് ചിലപ്പോൾ ഞാൻ നാളെ ഹാഫീസ് മണ്ടാന്ന് പറഞ്ഞ വീടെടുത്താൽ ആൾക്കാർ ഇവന്താ ഹാഫീസിനെതിരെ പറയണേ, മിനാജിന് നിഷ്കളങ്കം അങ്ങനെ നല്ല വരിക അല്ല വരിക. എസ്പെഷ്യലി പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ പല സെലിബ്രിറ്റികളും ഓലെ പറ്റിയുള്ള അശ്ലീല വീഡിയോകൾ എന്നിട്ട് ഓലെന്നെ വന്നിട്ട് എന്ത് ചെയ്യാൻ പറയേണ്ടി വരുന്നത്, ഇടങ്ങാറാവാണ്. ഞാൻ ചെയ്തിട്ടില്ല അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ അവസ്ഥ ആലോചിച്ച് നോക്കി, സ്വന്തത്തിനെ പറ്റിയുള്ള ഫേക്ക് വീഡിയോകൾ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ടെക്നോളജിന്റെ ഒരു പുതിയ സെൻസിലുള്ള ഉന്മാളാണെന്ന് പറയാം. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ഷെയർ ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അതായത് ഒരാളെ കുറിച്ച് ഒരു അക്യൂസേഷൻ വരികയാണ്. ആ അക്യൂസേഷൻ എന്ത് ചെയ്ത് നമ്മൾ അത് ശരിയാണ് എന്ന് അറിഞ്ഞിട്ട് വാർത്തയിൽ വന്നതൊക്കെ കണ്ടിട്ട് അപ്പടി നമ്മളതൊക്കെ ഷെയർ ചെയ്ത് നമ്മളൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്ത സാധനം, ഒരു സംഗതി വന്നാൽ അപ്പം നമുക്കൊരു ഒപ്പീനിയൻ ഉണ്ടാവണം, അപ്പം ഒരു നിലപാട് പറയണം, അപ്പം ഒരു അഭിപ്രായം ഉണ്ടാവണം. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിൽക്കണം. ഇപ്പോൾ ഒരു ഇഷ്യൂ വന്നാൽ ഒന്നെങ്കിൽ നമ്മൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഇയാളെ കൂടെ നിൽക്കണം, അയാൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കണം. നമുക്കൊരു സാവകാശം ഇതിലേക്ക് ഒന്നുകൂടി യാക്കൂബ് നബീനെ മാതൃക അന്ന് പറഞ്ഞില്ലേ, യാക്കൂബ് നബീനെ മാതൃക എടുക്കാന്ന്. ഇപ്പം യാക്കൂബ് നബീനെ മുമ്പിലേക്ക് യൂസുഫ് നബീനെ കൊന്നിട്ടല്ല കിണറ്റ് തള്ളിയിട്ടിട്ട് സഹോദരന്മാർ വരുന്നുണ്ട്. സഹോദരന്മാർ എങ്ങനെ വരുന്നത്, ഫുൾ ഇതൊക്കെ ആയിട്ടാണ്, ഡ്രസ്സിൽ ആടിനെ നടത്തിട്ട് ദമിങ് കദിബിത കള്ള രക്തം കൊണ്ടുപോലെ വരികയാണ്. അപ്പോൾ ഇതാണ്, ഇത് യൂസുഫിൻ്റെ രക്തമാണ്, ചെന്നായ കൊന്നിട്ടുണ്ട് എന്നിട്ട് യാക്കൂബ് നബീനെ അടുത്ത് അറിയാം. യാക്കൂബ് നബി പ്രവാചകനാണ്, യാക്കൂബ് നബിക്ക് പലതും പറയാം, ഇത് യൂസുഫിൻ്റെ രക്തമല്ല അങ്ങനെ. പക്ഷേ യാക്കൂബ് നബി അവിടെ പറഞ്ഞ വാക്കാണ് സബറുൻ ജമീൽ. സബറുൻ ജമീൽ, ഓക്കെ ക്ഷമിക്കുക മീൻസ് നിങ്ങൾ ചെയ്ത തെറ്റിനോട് മാത്രമല്ല സത്യം വരുന്നത് വരെ. യാക്കൂബ് നബിക്കറിയാം സത്യം വരുന്നുള്ളത്. സത്യം വരുന്നത് വരെ എന്താണ് സബറുൻ ജമീൽ, ക്ഷമിച്ച് നിൽക്കുക, കാമാവുക. നമ്മൾ ഈ ഒരു നമ്മൾ ന്യൂ മീഡിയ എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ ഒരു ക്വാളിറ്റീസ് ഉണ്ട്. നമ്മൾ കാമാണ്, നമ്മൾ പെട്ടെന്ന് ഇമോഷണൽ ആവാണ്, പെട്ടെന്ന് പൊട്ടിത്തെറിക്കണം, പെട്ടെന്ന് റിയാക്ട് ചെയ്യാണ്. ഒന്ന് അടങ്ങ്, കാമാവൊന്ന് സംഭവിക്കണം. നമുക്കെല്ലാം സ്പോട്ടിൽ വേണം. ഇതിന് ചെയ്ത് ശരിയല്ല, ഇൻസ്റ്റന്റ് ഒന്ന് കാമാവുക. അൽ ജസീറയിലെ ഒരു ആർട്ടിക്കിൾ കുറച്ച് മുമ്പ് ഇറങ്ങിയതാണ്. പണ്ഡിതനായ അലി സല്ലാബി എഴുതിയൊരു സാധനമുണ്ട്, എങ്ങനെയാണ് നമ്മൾ ഇതിനെങ്ങനെ കാണേണ്ടത്, എങ്ങനെയാണ് ഒരു സാധനം നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളത് ഒരു ഉദാഹരണപ്പെടുത്തുന്നത് 2 കിളികളായിട്ടാണ്. ഖുർആനിൽ ഹുദ്ഹുദിൻ്റെ ഉദാഹരണം പറയുന്നുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമുമായി ബന്ധപ്പെട്ട് ഹുദ്ഹുദിൻ്റെ ഉദാഹരണം പറയുന്നിടത്ത് എന്തിനാണ് ഹുദ്ഹുദ് എന്നിങ്ങനെ ചർച്ചയിൽ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഹുദ്ഹുദിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറബിയിൽ കലിമത്ത് ബബുഗാവും ഉണ്ട്, കലിമത്ത് ഹുദ്ഹുദും ഉണ്ട്. ബബുഗാ കാരണം എന്താ, തത്തയുടെ പ്രത്യേകത എന്താ, തത്ത എന്താണോ കേട്ടത് അത് അങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്ത് തിരിച്ചു വിളമ്പുന്ന ഒരു പക്ഷിയാണ്. ഹുദ്ഹുദിൻ്റെ പ്രത്യേകത എന്താ, അത് കേട്ടിട്ട് അത് അതിലുള്ള സത്യം കൊടുക്കുന്നത്, അതായത് സുലൈമാൻ നബിക്ക് സത്യം എത്തിച്ചു കൊടുക്കുന്നത് ഹുദ്ഹുദാണ്. അപ്പോൾ അലി സല്ലാബി ഇങ്ങനെ അവസാനം പറയുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ ഹുദ്ഹുദുകളാവണം. കാലഘട്ടത്തിൽ ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അത് തത്ത പറയുന്നത് പോലെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയാനോ അല്ലെങ്കിൽ അതിങ്ങനെ അങ്ങനെ തന്നെ വിളമ്പാനോ നിങ്ങൾ നിൽക്കേണ്ടതില്ല. നമ്മൾ കാലത്തിൻ്റെ ഹുദ്ഹുദുകളായിട്ട് കൃത്യമായിട്ടുള്ള ന്യൂസ് മാത്രം ഷെയർ ചെയ്യാനും പ്രൊപ്പഗേറ്റ് ചെയ്യാനും ശ്രമിക്കാമെന്ന് ഇവർ ഇങ്ങനെ ആർട്ടിക്കിളിൻ്റെ അവസാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ശരിയായിരിക്കും, നമ്മൾ ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ട ഒരു ദൗത്യം കൂടി ദൗത്യമാണ്. ഒന്ന് കാമായിട്ട് പെട്ടെന്ന് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒന്ന് തീരുമാനിച്ച് ചിന്തിച്ച് ആലോചിച്ച് സത്യം അന്വേഷിച്ചിട്ട് ഹുദൂദലായിട്ട് മാറാന്നുള്ളതാണ്. ലാജലത്തുമിനെ ഷെയ്ത്താൻ. നമ്മൾ ആ അജലത്ത് ആ ധൃതി കാണിച്ചു കഴിഞ്ഞാൽ അത് ഷെയ്ത്താൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ദുൽമ ഉണ്ടാക്കും, ജീവിതങ്ങൾ പ്രയാസത്തിലാക്കും, ആളുകളുടെ ജീവിതം കൊല്ലാപ്പിലാക്കും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ അതാണ്. ഇപ്പൊ CSC പറയുകയാണെങ്കിൽ പേഴ്സണലി കുറെ ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ട്. ഇപ്പൊ എൻ്റെ ഒരു 3 ഹജ്ജിന്റെ ഒരു വിവാദം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഹദീസും ഒരു ക്ലാസ്സും കണ്ടാണ്. അപ്പോൾ ഒരാൾ എന്നിട്ട് ഇതിങ്ങനെ വന്നിട്ടുണ്ട്, റിപ്പോർട്ടിന് പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞു, ജസാക്കല്ലാ ഇയാൾ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിങ്ങനെ. പക്ഷേ അതെന്തായിരുന്നു ആ റീലായിട്ട് പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഹ്യൂമെയിനാണ്. ഇത് നമ്മൾക്ക് പലയിടത്തും നമ്മളിപ്പോൾ ഇങ്ങനെ കൂളായിരുന്നു വർത്താനം പറയണേ, നമ്മൾ സ്ക്രിപ്റ്റ് ആയിട്ട് ഇങ്ങനെ നോക്കി വായിക്കല്ലോ. അപ്പം അതിലും ഇങ്ങനത്തെ ഓരോ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. അത് ഹ്യൂമെയിനാണ്, മിസ്ഇൻഫർമേഷൻസ് ഉണ്ടാവാൻ സാധ്യത. ആ ഹ്യൂമെയിന് പോലും ഞാൻ വരുന്ന കുറെ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്. അത് അത്ര നോർമലൈസ് ചെയ്യാൻ സൂക്ഷ്മത കാണിക്കും. ഞാനിപ്പോൾ എന്ത് ചെയ്യണം, പോഡ്കാസ്റ്റിലൊന്ന് പറയുമോ കിടലാൻ കണ്ടന്റ് അങ്ങനെ പാടില്ല. നമ്മളൊരു പ്രത്യേകത അതാണ്, കുറേ കഥകൾ ഉപയോഗിക്കുന്നുണ്ടാവും, കോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ടാവും, കുറേ സാധനങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധ പുലർത്താന്നുള്ളത് അവസാനിപ്പിക്കാവുന്നത് കാലത്തിന്റെ ഹുദുഹുദുകളായി മാറുക, കുറച്ച് സബറുകൾ ഉണ്ടാവുക. അതാണ് സബർ ഉണ്ടാവുക. അള്ളാഹ് അനുഗ്രഹിക്കാം.